എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ സെഷൻ ആരംഭിക്കുകയാണ്. ഇന്നത്തെ വെബിനാർ മുഖ്യാതിഥി മുഖ്യപ്രഭാഷകൻ വിനോദ് കുമാർ മങ്ങത്തായിയാണ്. ഈ യോഗ വെബിനാർ ആരംഭിക്കുന്നതിലേക്ക് ഇതിന്റെ സ്വാഗത ഭാഷണത്തിനായി അഖില കേരള തന്ത്ര സമാജം ഉത്തരമേഖല കമ്മിറ്റി അംഗമായിട്ടുള്ള OP കൃഷ്ണൻ, പാതിരിശ്ശേരി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നമസ്കാരം. വിനോദറിന് എന്നെ അറിയാം എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് അറിയുമെന്ന് അറിയാം. നമ്മളെ നാട്ടുകാരനാണ്. അതെ അതെ അതെ. അപ്പം എൻ്റെ തന്ത്രസമാജം മെമ്പർ എന്നുള്ള നിലയ്ക്ക്, ഉത്തരമേഖല ഘടകം മെമ്പർ എന്ന നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്വം സ്വാഗതം പറയുകയാണ്. ഔദ്യോഗികമായിട്ട് ഞാൻ ആ ഇതിൽ നടക്കുകയാണ്. കുറേ കാലമായിട്ട്, ഏതാണ്ട് നമ്മുടെ കൊറോണ മുതൽക്ക് നമ്മൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഉപയോഗപ്പെടുന്ന ഒരു പ്രസ്ഥാനം, ഒരു സമാജം, തന്ത്രസമാജം ആയിരിക്കും. പൂജാപഠന കോഴ്സായിട്ടും മറ്റും ഒരുപാട് പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പൂജാപഠിതാക്കളുടെ സംഘടനയായിരിക്കുന്ന TVRSRC, അതേപോലെ തന്ത്രി സമാജവും സംയുക്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഭാഗഭാക്കാവാൻ കഴിഞ്ഞു എന്നുള്ള നിലയിൽ എൻ്റെ ഒരു വിനീതമായിരിക്കുന്ന റോള് ഞാൻ സ്വയം സ്മരിക്കുകയാണ്. ഇന്ന് നമ്മൾക്ക് ജലം, പുരാണം അല്ലെങ്കിൽ വൈദിക സാഹിത്യം, ഇതിലൊക്കെ നമ്മളുടെ ജലത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് നാളെ വേൾഡ് വാട്ടർ ഡേ, ജലദിനമായിട്ട് ലോകം അല്ലെങ്കിൽ UN ആചരിക്കുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് നമ്മൾ ഒരു വെബിനാർ നടത്തുന്നു. ഇതിൽ നമ്മൾ സംവദിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് വിനോദ് മങ്ങത്തായ. ഞങ്ങളുടെ 21 ദേശത്തെ ഞങ്ങളെ നാട്ടുകാരനാണ്. 2-3 കിലോമീറ്റർ അപ്പുറത്താണ് വിനോദന്റെ ഇല്ലം. അപ്പം അദ്ദേഹം പാലക്കാട് ആയിരുന്നു, വാട്ടർ അതോറിറ്റി പാലക്കാടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അവിടുന്ന് റിട്ടയർ ചെയ്ത് ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ബയോഡേറ്റ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സെക്രട്ടറി ശ്രീരാമനോട് പറഞ്ഞു, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ, സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ ഔദ്യോഗികമായുള്ള ബയോഡേറ്റ എനിക്ക് കിട്ടി ഈ ഇടയ്ക്കാണ് ഞാൻ വായിച്ചു നോക്കിയത്. ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരാള്, നമ്പൂതിരിമാരിടയ്ക്ക് ഇങ്ങനെ ഒരാള് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ സത്യം പറയട്ടെ അഭിമാനത്തിന് വകയായിരുന്നതാണ്. 10-30 വർഷമായിട്ട് ജലഗുണ നിലവാര മേഖലയിൽ ലാഭ പരിശോധന പരിശീലനങ്ങൾ ഇതിലൊക്കെ ആക്റ്റീവായിട്ട് വിനോദന്റെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നമ്മൾക്ക് അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ ഈ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ ഔദ്യോഗിക ജീവിതത്തിലും അത് അദ്ദേഹം 10-30 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് അകത്തും പുറത്തുമുള്ള നിരവധി ഗവേഷണ സ്ഥാപനങ്ങളിലെ പരിശീലന പരിപാടികൾ നടത്തിക്കൊണ്ടുവരുന്ന ആളാണ് ഇദ്ദേഹം, വിനോദ് മങ്ങത്തായ. ജലപരിശോധനയുടെ ഭാഗമായിട്ട് ആധുനിക ഉപകരണങ്ങളിലും പരിശോധനയിലും പ്രത്യേക വൈദഗ്ധ്യം നേടിയെടുത്തിട്ടുണ്ട്. ജലജീവൻ മിഷൻ മാസ്റ്റർ ട്രെയിനറാണ്. രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയിട്ടുണ്ട്. മാനവിക ഹ്യൂമൻ റിസോഴ്സിൽ അദ്ദേഹം മാസ്റ്റർ ഡിഗ്രി MBA മാനേജ്മെന്റ് ഡിഗ്രി കരസ്ഥമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് സർവകലാശാലയിൽ ഗവേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിഷയം വിവേകാനന്ദ ദർശനത്തിന്റെ സ്വാധീനം മലയാളി സമൂഹത്തിലും സാഹിത്യത്തിലും എന്നതാണ്. ആധ്യാത്മിക പ്രഭാഷകനാണ്. തന്ത്രി സമാജം നമ്മുടെ സംഘടനയായിട്ട് പലപ്പോഴും നമ്മൾ പല പരിപാടികളിലും ഇടപെടാറുണ്ട്. പല കാര്യങ്ങളിലും പ്രഭാഷണങ്ങൾ നടത്താറുണ്ട് വിനോദ് മങ്ങത്തായ. പിന്നെ മലബാർ ദേവസ്വം ബോർഡ്
തന്ത്രി സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ പൂജാരിമാർക്കായി നടത്തിയിരിക്കുന്ന പരിശീലന പരിപാടിയിൽ 2010 വർഷങ്ങൾക്ക് മുമ്പേ മലബാറിലെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് നടത്തിയിരിക്കുന്ന വ്യക്തിത്വ വികസനം, വ്യക്തി ശുചിത്വം, പബ്ലിക് റിലേഷൻസ് വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തന്നതാണ്. പത്രമാധ്യമങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വാട്ടർ ക്വാളിറ്റി എക്സ്പെർട്ട് എന്ന നിലയിൽ അദ്ദേഹം പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്. ജലഗുണനില പരിശീലനത്തിൽ കേരള സർക്കാർ അതേപോലെ മാധ്യമ പുരസ്കാരങ്ങളൊക്കെ അദ്ദേഹം നേടിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ യോഗക്ഷേമ സഭ ഇറക്കുന്ന സ്വസ്തി ത്രൈമാസികന്റെ മാനേജിംഗ് എഡിറ്ററായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നു. കോഴിക്കോട് ജില്ലയിലെ പൂവാട്ടുപറമ്പ് പെരുമൺപുറ സ്വദേശിയാണ്. പെരുമൺപുറ നഗരസഭയുടെ ഊരായ്മ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മങ്ങത്തായ കേശവൻ നമ്പൂരി ആണ് അച്ഛൻ. അദ്ദേഹം ബാങ്ക് മാനേജറായിരുന്നു. അതേപോലെ പുല്ലൻകോട്ട് നങ്കേലി അന്തർജനാണ്. അമ്മ പുല്ലങ്കോട് എന്ന് പറയുന്നത് ഞാൻ താമസിക്കുന്നത് തൊട്ട് അപ്പുറത്തില്ലാണ് അദ്ദേഹത്തിന്റെ അമ്മാത്ത്. സജിത തെക്കേടത്താണ് അദ്ദേഹത്തിന്റെ ഭാര്യ. മകള് ഡോക്ടറാണ് അപർണ. പിന്നെ മകൻ അമിത് കേശവ്. മരുകൻ ഷൊർണൂർ ചാളവറ തൃക്കാരവൻ പട്ടേരി ഇല്ലത്ത് വിഷ്ണു സിയാൻ. എനിക്ക് തൃക്കാരവൻ ഇല്ലത്തൊരു മണികണ്ഠനെ പരിചയമുണ്ട്, ഷൊർണൂരിലെ. അദ്ദേഹം തന്ത്ര വിദ്യാലയത്തിൽ എൻ്റെ ജൂനിയറായിട്ട്. ഇത്രയുമാണ് നമ്മുടെ മങ്ങത്തായ വിനോദേട്ടനെ കുറിച്ചിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ പലതും പറയാനുണ്ട്. വ്യക്തിപരമായിട്ട് അദ്ദേഹം ഒരു വളരെ വെർസറ്റൈൽ ജീനിയസ് എന്ന് നമുക്ക് പറയാം. ഒരു ബഹുമുഖ പ്രതിഭ. അത് വായിച്ചപ്പം തന്നെ എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. ബഹുമുഖ പ്രതിഭ വിളങ്ങാടുന്ന ഞങ്ങളുടെ നാട്ടുകാരനായിരിക്കുന്ന വിനോദ് മങ്ങത്തായ. ജലം എന്ന വിഷയത്തെക്കുറിച്ച്, ജലത്തിന്റെ സാധ്യതകളെ അല്ലെങ്കിൽ തന്ത്രവും ജലവുമായുള്ള അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മളുമായിട്ട് സംവദിക്കുകയാണ്. ഇമാ ആപശിവ സന്തു ശുഭാ ശുദ്ധാശ്ച നിർമ്മല പാവനാ ശീതളാശ്ചൈവ പൂതാ സൂര്യസ്യ രശ്മിഭി. നമ്മളെ എല്ലാവരും ശംഖുപൂരണത്തോട് കൂടിയിട്ടാണ് നമ്മളുടെ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ തുടങ്ങാറുള്ളത്. അതുകൊണ്ട് തന്നെ തന്ത്രത്തിന് അല്ലെങ്കിൽ വൈദികത്തിന് ജലവുമായിട്ട് എത്രത്തോളം അഭേദ്യമായുള്ള ബന്ധമുണ്ട് എന്ന് നമ്മളോടാരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാലും അതിനെക്കുറിച്ചുള്ള ചില ഓർമ്മ പുതുക്കലുകൾ ഇവിടെ നടക്കാൻ പോകുന്നു. ഈ ജലവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അധികാരികമായിട്ടുള്ള പ്രഭാഷണത്തിന് വേണ്ടി ഞാൻ സ്നേഹപൂർവ്വം വിനോദ് മങ്ങത്തായ അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. വിനോദേട്ട, സ്വാഗതം. ഇവിടെ അത് കൂടാതെ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെ ഇതിന്റെ ഭാഗമായിട്ട് വെബിനാർ പങ്കുചേർന്നിരിക്കുന്ന എല്ലാ പഠിതാക്കൾക്കും, എല്ലാ സജ്ജനങ്ങൾക്കും, എല്ലാ തന്ത്രിമാരെയും ഞാൻ തന്ത്രി സമാജത്തിന്റെ പേരിലും TVSRCയുടെ പേരിലും ഔദ്യോഗികമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. വിനോദേട്ടാ. എന്തായാലും ഒരുപാട് നല്ല വാക്കുകൾ കേട്ടിട്ട് ഈ ഒരു വെബിനാർ തുടങ്ങുന്നതിൽ അല്ലെങ്കിൽ വെബിനാറിൽ സംസാരിക്കുന്നതിൽ സന്തോഷമുണ്ട്. എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്ത്, നാട്ടുകാരൻ കൂടിയായ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹം കുറെ അധികം വിശേഷണങ്ങളൊക്കെ പറഞ്ഞു. ഇത്രയൊക്കെ ഞാൻ അർഹിക്കുന്നുള്ള സംശയമുണ്ട്. കാരണം എൻ്റെ സ്ഥാപനത്തിലെ സീനിയർ ഓഫീസറായിരുന്ന മോഹനേട്ടൻ നമ്മുടെ കൂടെ ഇന്ന് വെബിനാറിൽ കയറിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പറയുന്നതിലൊക്കെ കുറച്ചൊക്കെ മോഹനേട്ടൻ മനസ്സിലാവുമല്ലോ. പക്ഷെ എന്തായാലും നമുക്കിനി സമയം കുറവായതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ സംസാരിക്കാം. ഗംഗേ ജമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു. അപ്പം ഒന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല, ഒരു വിശദീകരണം തരേണ്ട ആവശ്യമില്ല. നമ്മൾ തീർത്ഥമായി കാര്യങ്ങൾ നടത്തുകയും തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് തീർത്ഥത്തില് എന്താ പറയാ തീർത്ഥമുണ്ടാക്കി തീർത്ഥത്തിൽ തന്നെ ആമഗ്നനായി തീർത്ഥം മുഖേനയാണ് സകല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. തന്ത്രി സമാജത്തിന്റെ ഒരു മീറ്റിങ്ങിൽ അതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. ഒരുപാട് പുരാണവും വേദവും ഒക്കെ ജലത്തിന്റെ പ്രാധാന്യം ധാരാളമായി കൃത്യമായി പറയുന്ന അനവധി ശ്ലോകങ്ങൾ ഋഗ്വേദത്തിലും യജുർവേദത്തിലും അഥർവവേദത്തിലുണ്ട്. സാമവേദം എനിക്ക് റെഫർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അപ്പൊ ഞാനത് ശ്ലോകമായിട്ട് ഇപ്പം പറയുന്നില്ല. പക്ഷെ ചൊല്ലുന്നില്ല. എങ്കിൽ പോലും
അനാദികാലം മുതൽ തന്നെ നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമായിട്ട് ഈ വെള്ളത്തിന്റെ പ്രാധാന്യം പണ്ടേ ഋഷിവര്യന്മാർക്ക് അറിയാമെന്നല്ല, അത് വളരെ കൂടിയ രീതിയിൽ അറിയാമെന്നുള്ള സത്യം. കൃഷിയൊക്കെയായി ബന്ധപ്പെട്ട് ജലചക്രം, പിന്നെ മഴ വരുന്ന വഴി, അത് സ്റ്റോർ ചെയ്യുന്ന വഴി, അതിന്റെ ഗുണനിലവാരത്തെ പറ്റി എല്ലാം പല 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 ഭാഗങ്ങളിൽ പല പുരാണങ്ങളിലും അതൊക്കെ തന്നെ വിവരിച്ചിട്ടുണ്ട്, കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. അതും പലപ്പോഴും ഈ മോഡേൺ സയൻസ് പറയുന്നതിലും അപ്പുറത്ത്. പക്ഷെ നമ്മൾ അത്രയങ്ങ് അത് മനസ്സിലാക്കിയില്ലെന്ന് മാത്രം. അപ്പോ എല്ലായിടത്തും അതുണ്ട്. ഈ ജലപരിജ്ഞാനം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥത്തിലെ ഒരൊറ്റ ശ്ലോകം മാത്രം. ശ്ലോകങ്ങൾ നമുക്ക്, ഞാൻ ആദ്യമേ എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്ത് വാട്ടർ അതോറിറ്റി തന്നെ ജോലി ചെയ്യുന്ന തന്ത്രി സമാജത്തിന്റെ ഭാരവാഹി എന്നെ ഇതിലേക്ക് ക്ഷണിച്ച എടക്കഴിപ്പുറം ശ്രീരാമൻ പറഞ്ഞിരുന്നു, ഇതിന്റെ പുരാണം പറയാൻ ഞാൻ അത്ര അയോഗ്യനാണ്, കാരണം അതിൽ കേമന്മാർ ഇവിടെ ഉണ്ട്. ഞാൻ അതിന്റെ ഒരു ശാസ്ത്രം ചിലത് പറയാം എന്നൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞിരുന്നു, ബ്രഹ്മസമ്മടത്തിലെ ഞങ്ങളുടെ കുട്ടികളുണ്ട്, തന്ത്രി സമാജത്തിലെ പഠിതാക്കളുണ്ട്, പക്ഷെ പരീക്ഷക്കാലമായതുകൊണ്ട് അവർക്ക് ഇതിൽ അത്ര പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പൊ അത് നമുക്ക് മറ്റൊരിക്കൽ പിന്നെ അതിന്റെ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ഒക്കെ നടത്താം. എങ്കിലും നമുക്കൊരൊറ്റ ശ്ലോകത്തിൽ കഴിക്കുകയല്ല, ഏകേന വർണ്ണേന രസേന ചാം പശ്വതം നഭസ്തോ വസുധാ വിശേഷ നാനാരസത്വം ബഹുവർണ്ണതാം ച ഗതം പരീക്ഷ ക്ഷിതി തുല്യമേവ. ഇത് ജലപരിജ്ഞാനത്തിൽ കാണിപ്പയർ ഇതിന്റെ ഒരു വ്യാഖ്യാനമൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്, പഞ്ചാംഗം പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയിട്ടുണ്ട്, അവൈലബിൾ ആണ്, കിട്ടുന്ന സാധനം. അപ്പൊ അത് പിന്നെ എന്താ പറയാ, അതിന്റെ വാസ്തു ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ജലത്തിന്റെ ചില വിശേഷണങ്ങൾ പറയുന്ന ഒരു ശ്ലോകമാണ്. വേറെ ശ്ലോകങ്ങളുണ്ട്, ഒറ്റ ശ്ലോകമാണിത്. ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന കാര്യം, ആകാശത്തിൽ വെള്ളത്തിനൊരു നിറമാണ്. പഞ്ചഭൂതങ്ങളാണ് ജലം, അഗ്നി, വായു, ഭൂമി, പിന്നെ നമുക്കറിയാം ആകാശം. ആകാശത്തിൽ നിന്നാണ് ജലം ഭൂമിയിലേക്ക് വരുന്നത്. ആകാശത്തിൽ ജലകണികകൾക്ക് ഒരൊറ്റ നിറം, ഗന്ധം, ഒരു ഭാവം മാത്രമേ ഉള്ളൂ. അത് ഒരു രൂപത്തിൽ തന്നെ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും എത്തുമ്പോൾ ഇത് വ്യത്യസ്ത ഗുണങ്ങളുള്ളതായി, ഗുണസമുച്ചയങ്ങളുള്ളതായി മാറും. വളരെ വളരെ പ്രസക്തമായ ഒരു കാര്യം. അതായത് ഒരേ രൂപത്തിൽ പെയ്യുന്ന, ആകാശത്ത് നിന്ന് വർഷിക്കുന്ന മഴ, പിന്നെ അത് ഭൂമിയിലെത്തുമ്പോൾ ഭൂമിക്ക് അനുസരിച്ച് അതിന് വിവിധ ഭാവങ്ങളും രൂപങ്ങളും അല്ലെങ്കിൽ വിവിധ ഗുണസവിശേഷതകൾ വരുന്നു. മാത്രമല്ല, കുറച്ചുകൂടി കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതിനെപ്പറ്റി നമ്മൾ ബോധർ ചെയ്യണം എന്നാ പറയുന്നത്. ഭൂമിയുടെ തരം പോലെ, ഭൂമി എല്ലായിടത്തും ഭൂമി ഒന്ന് തന്നെയാണെങ്കിലും ഭൂമിയുടെ ഓരോ പ്രദേശത്തും ഭൂമി ഓരോ പോലെയാണല്ലോ. എല്ലാ ഭാഗവും നമുക്ക് ഒരുപക്ഷെ താമസിക്കാൻ യോഗ്യമായിരിക്കില്ല, ഒരുപക്ഷെ കൃഷിക്ക് യോഗ്യമായിരിക്കില്ല, ഒരുപക്ഷെ ആരാധനാലയങ്ങൾ ഉണ്ടാവാൻ യോഗ്യമായിരിക്കില്ല. ഭൂമി തന്നെ പല രീതിയിൽ, പല ലെവലിൽ, പല ക്വാളിറ്റിയോടെയാണ് പരന്ന് കിടക്കുന്നത്. അതുപോലെ തന്നെയാണത്രേ ഭൂമിയിലേക്ക് വീഴുന്ന ജലവും. ഭൂമിയുടെ സവിശേഷത എന്തൊക്കെയാണോ അതെല്ലാം ഭൂമിയിൽ വീഴുന്ന ജലത്തിലും, ഭൂമി സംഭരിക്കുന്ന ജലത്തിനും കൈവരുന്നു. അതിനെപ്പറ്റി ബോധർ ചെയ്യണം, അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ശ്ലോകം നമ്മളോട് സൂചിപ്പിക്കുന്നത്. അപ്പോ അത് എത്രയോ കാലം മുമ്പത്തെ ഒരു സൂചനയാണ് അത്, എത്രയോ കാലം മുമ്പത്തെ. അതായത് ജലം എന്നത് പരിശുദ്ധമായി ഭൂമിയിലേക്ക് വീഴുന്നുവെന്നും ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ ജലത്തിന്റെ രൂപവും ഭാവവും ആ ഭൂമിക്കനുസരിച്ച് മാറുന്നുവെന്നും അതിനെപ്പറ്റി കൂടി ചിന്തിച്ച് ഭൂമി എന്ന പോലെ ഭൂമിയിലെ ജലത്തെക്കുറിച്ചുകൂടി ചിന്തിക്കണമെന്ന് പണ്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു അവർ കണ്ട ആ ശാസ്ത്രത്തിന്റെ ഒരു ശക്തി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതാണ്. ഇനി മറ്റൊരു പ്രധാന കാര്യം, ഇപ്പൊ എല്ലാം പ്രധാനമാണ്. ഇപ്പൊ ജലം ഉണ്ടായതിനെ പറ്റി പുരാണത്തിലും ശാസ്ത്രത്തിലൊക്കെ അനവധി വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പോ പിന്നെ ഒന്ന് പറയുന്നത്, നമ്മുടെ പുരാണവുമായി ബന്ധപ്പെട്ട് ജലം വന്നത് അല്ലെങ്കിൽ ജലം ഉണ്ടായത് പിന്നെ എന്തൊക്കെയോ ഉൽക്കാസ്ഫോടനങ്ങളോ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ വഴിയാണെന്ന് ശാസ്ത്രം പറയുമ്പോൾ നമ്മുടെ പുരാണം പറയുന്നത് മറ്റൊരു രീതിയിലാണ്. ആദ്യമുണ്ടായ ആ ബ്രഹ്മം, ഇങ്ങനെയാണല്ലോ നമുക്ക് ആ വലിയ തേജസ്സിനെ പറയാം. ആ തേജസ്സിന് രൂപമില്ല, ഭാവമില്ല, അതൊരു തരത്തിൽ ഒരു എറ്റേണൽ എനർജിയാണ്. എറ്റേണൽ അല്ല, ടോട്ടൽ എനർജി. ആ എനർജിക്ക് രൂപം വന്നപ്പോൾ ബ്രഹ്മത്തിൽ നിന്ന് പരബ്രഹ്മം ഉണ്ടാവുന്നു, അത് പ്രകൃതിയാവുന്നു എന്നൊക്കെയാണല്ലോ. ആ പ്രകൃതിയിലേക്ക് വരാൻ വേണ്ടി
ഈ ബ്രഹ്മത്തിന് പ്രകൃതിയാവാൻ വേണ്ടി ഇടയ്ക്ക് വന്ന മാധ്യമമാണത്രേ, മാധ്യമവുമാണ് അതിന്റെ ഉറവിടവുമാണ് ജലം. പഞ്ചഭൂതങ്ങളുടെ കൃത്യമായ സംയോജനമാണ് ജീവനിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രപഞ്ചത്തെ മുഴുവൻ ശക്തിയായ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ എല്ലാ പ്രപഞ്ചങ്ങളുടെയും ശക്തിയായ ആ വലിയ എനർജിയിൽ നിന്ന്, അതിനെ നമുക്ക് ഓങ്കാരമെന്നോ ഇനി ബ്രഹ്മമെന്നോ എന്ത് വേണം നമുക്ക് വിളിക്കാം, അതിൽ നിന്ന് രൂപങ്ങളിലേക്ക് പല രൂപങ്ങളിലേക്ക് വന്നപ്പോൾ അവിടെ ജലം ആവശ്യമായി വന്നു. ഒരർത്ഥത്തിൽ പഞ്ചഭൂതങ്ങളിൽ ജീവനുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന വായുവിനില്ല എന്നല്ല പറഞ്ഞ്, വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഭൂതമായ ജലം. അപ്പം ജലമാണ് അതിന്റെ മാധ്യമമായും അതിന്റെ ഉറവിടമായും ഈ ജീവജാലങ്ങൾക്ക് രൂപം കൊടുക്കുന്നതെന്ന് പുരാണത്തിലും വേദത്തിലും ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയല്ലേ ഇപ്പൊ ശാസ്ത്രവും പറയുന്നത്. ഒരുപക്ഷെ ഉൽക്കാസ്ഫോടനം വഴിയാവാം, അല്ലെങ്കിൽ 10,000-കണക്കിന് വർഷം ഉണ്ടായ മഴയാവാം വെള്ളം ഭൂമിയിൽ എത്തിച്ചത് എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ഘടകം, ഒരു അടിസ്ഥാനം ഇതൊക്കെ തന്നെയാണ്. അവിടെ നിന്ന് രൂപങ്ങളായപ്പോൾ വെള്ളം വന്നു. ജീവന്റെ മുമ്പേ വെള്ളമുണ്ട്. ജലത്തിൽ നിന്നാണ് ജീവൻ ഉണ്ടാവുന്നത്. അത് ഒരുപക്ഷെ നമ്മുടെ ഇതനുസരിച്ച് ധൂപദീപ ജലാന്തം ആണല്ലോ, പിന്നെ അവസാനിക്കുന്നതും ജലത്തിലായിരിക്കാം, നിശ്ചയില്ല. അപ്പൊ എന്തായാലും ജലം എന്നത് നമ്മുടെ ജീവന്റെ ഉറവിടമാണ്, ജീവൻ നിലനിൽക്കാനുള്ള മാധ്യമമാണ്. ഇത് പുണ്യപുരാണങ്ങളിൽ നേരത്തെയൊക്കെ തന്നെ വേദങ്ങളിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പല പുരാണങ്ങളിലും ബന്ധപ്പെട്ട ശ്ലോകങ്ങളുണ്ട്. ചില ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ പിന്നെ അത് സമയക്കുറവുകൊണ്ട് നമ്മളത് വായിക്കുന്നില്ല. അപ്പോൾ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പലയിടത്തും ഉണ്ട്. അപ്പോ മാത്രമല്ല, നേരത്തെ പറഞ്ഞല്ലോ, ഇതിന്റെ ഒരു മാനേജ്മെന്റും പണ്ടുള്ളവർ എഴുതി വെച്ചിരുന്നു. വെള്ളം ധാരാളമായി ഭൂമിയിലേക്ക് അങ്ങനെ വരികയല്ലെന്നും ആ വന്ന വെള്ളത്തിനെ പ്രകൃതിക്ക് വിധേയമായി സൂക്ഷിക്കേണ്ടത് എങ്ങനെയുണ്ടെന്നും എങ്ങനെയൊക്കെ അത് നമ്മുടെ കൾച്ചർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ അതിലേക്ക് എങ്ങനെയൊക്കെയാണ് അത് കൊണ്ടുപോകേണ്ടതെന്നും ഒക്കെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഭഗീരഥന്റെ കഥയൊക്കെ എല്ലാവർക്കും നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഗംഗയെ തപസ് ചെയ്തു, തന്റെ പിതാമഹന്മാരായ സഗരപുത്രന്മാർക്ക് മോക്ഷം നൽകാൻ വേണ്ടി ഗംഗയെ തപസ് ചെയ്തു. അവസാനം ഗംഗ പറഞ്ഞു, അത് അങ്ങനെ എനിക്ക് വരാൻ പറ്റില്ല, അത് താങ്ങാനുള്ള ശക്തിയില്ല, ശിവന് മാത്രമേ കഴിയുള്ളൂ. ശിവന്റെ ജടയിലേക്ക് പതിച്ചപ്പോൾ ശിവനെ തപസ് ചെയ്ത് ശിവനെ അതിന് പ്രത്യക്ഷപ്പെടുത്തി. അത് കഴിഞ്ഞ് ശിവന്റെ തലയിലേക്ക് പതിച്ചു കഴിഞ്ഞപ്പോൾ ഗംഗ ഒരു കളി കളിച്ചു. അപ്പോൾ പിന്നെ അങ്ങ് കലങ്ങി പരന്ന് ഒഴുകാനൊക്കെ തുടങ്ങി. ശിവനെ തന്നെ പാതാളത്തിൽ നിന്ന് മാറ്റാനൊക്കെ ഉള്ള ശ്രമങ്ങളായി. ഉടനെ ശിവൻ അതിനെ ഗംഗയെ അങ്ങ് ഉള്ളിലേക്ക് തന്റെ ജടയിലേക്ക് അങ്ങ് ഒതുക്കി. അങ്ങനെ ഗംഗാധരനായി മാറി. ഭഗീരഥൻ കുടുങ്ങി. വീണ്ടും ശിവനെ പ്രാർത്ഥിച്ചു, ഗംഗയെ റിലീസ് ചെയ്തു, ഗംഗയെ പ്രാർത്ഥിച്ചു, ഗംഗയെ കൊണ്ടുവന്നു. അങ്ങനെ പിന്നെയുണ്ട് അത് ജന്നു മഹർഷി അത് കമണ്ഡലുവിലേക്ക് സംഭരിച്ചു വെക്കുകയും അവസാനം മഹർഷിയെ പ്രീതിപ്പിച്ച് ചെവിയിൽ കൂടെ വന്നൊഴുകിയതാണത്രേ നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും പുണ്യ നദിയായ, ഏറ്റവും വലിയ നദിയായ, വലിപ്പത്തിന്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, എന്നിരുന്നാലും ഗംഗ. അപ്പം ഞാൻ പറഞ്ഞു വന്നതേ ഉള്ളൂ, വെള്ളത്തിനെ എത്തിക്കുന്ന കാര്യത്തിലും അതിനെ സൂക്ഷിക്കുന്ന കാര്യത്തിലും അതിനെ പരിപാലിക്കുന്ന കാര്യത്തിലും അതിഗംഭീര പ്രയത്നശാലികളായിരുന്നു നമ്മുടെ മുൻപുള്ളവർ. ആ ഒരു സംസ്കാരം തന്നെ നമ്മളിലേക്കും പകർന്നു തന്നിട്ടുണ്ട്. അവർക്ക് അറിയാമായിരുന്നു, അല്ലെങ്കിൽ നമുക്കും അറിയേണ്ടത്, വെള്ളത്തിൽ കൂടെയാണ് ജീവന്റെ സർവ്വ ചലനങ്ങളും നടക്കുന്നത്. അപ്പം എല്ലാ ഭൂമിയിലെ ജീവജാലങ്ങളുടെ ശരീരത്തിന്റെ പ്രധാന ഭാഗം വെള്ളമാണ്. രക്തത്തിന്റെ 90% വെള്ളമാണ്. പിന്നെ തലച്ചോറിൽ വെള്ളമാണ്, മജ്ജയിൽ വെള്ളമാണ്, മാംസത്തിൽ വെള്ളമാണ്. അതിൽ വേറെ ഒരു കാര്യം കൂടി നമ്മൾ അറിയേണ്ടത്, അതിന്റെ ഒരു ശാസ്ത്രം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിന്റെ ശരീരത്തിന്റെ 60 പോരാ, ഒരു 70% മുകളിൽ വെള്ളമാണ് അത്ര. വെള്ളം ഇൻ ദ സെൻസ് ജലാംശം. അതായത് കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞ് വെള്ളത്തിലാണ്. അപ്പൊ കുഴപ്പമില്ല. കുഞ്ഞിങ്ങനെ വളർന്നു വരുമ്പം അതിന്റെ ശതമാനക്കണക്ക് കുറഞ്ഞു വരുന്നു. കാരണം മറ്റു ധാതു ലവണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വന്ന് ശരീരം വളരുകയാണല്ലോ. സ്വാഭാവികമായും ആ ജലാംശം അല്പം കുറയുന്നു. അങ്ങ് പ്രായമായി കുറെ വയ്യാതെയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറെ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ ഈ ജലാംശത്തിന്റെ അളവ് 50% താഴെയാവുന്നു. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ അതിനെ പറയുന്നൊരു വാക്കുണ്ട്, എല്ലും തോലുമായി. പറഞ്ഞു വരുന്നത്, നമ്മുടെ ഉള്ളിലുള്ള ജലം ആണ് സത്യത്തിൽ നമ്മുടെ ജീവൻ. ജലം സമം ജീവൻ. ജീവജലം എന്നൊന്നും പറയണ്ട, ജലം സമം ജീവൻ.
ജലാംശം എത്ര കണ്ട് നമ്മുടെ ഉള്ളിലുണ്ടോ അത്ര കണ്ട് ജീവന്റെ എഫക്റ്റ് നമുക്കുണ്ട്. അത്രമേൽ അതിന് പ്രാധാന്യമുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ ഒരർത്ഥം. നമുക്കറിയാം ഈ കാര്യമൊക്കെ നമുക്ക് ഒരു പരിധി വരെയൊക്കെ അറിയാം. നേരത്തെ തന്നെ നമ്മളോട് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജലാശയങ്ങളെ കൈകാര്യം ചെയ്യുന്നത്, ആ ജലാശയങ്ങളോട് പെരുമാറുന്നത്, ജലത്തെ തീർത്ഥമാക്കി നമ്മൾ നിലനിർത്തുന്നത് എല്ലാം നമുക്കറിയാം. ഞാൻ ആദ്യമേ ഒരു മുൻകൂർ ജാമ്യം എടുത്തിരുന്നു. ഇതിന്റെ പുരാണ പ്രസിദ്ധമായ കാര്യങ്ങളോ ഇതിന്റെ താന്ത്രികവും വൈദികവുമായ കാര്യങ്ങളോ ഈ തന്ത്രി സമാജത്തിന്റെ ആചാര്യന്മാരുടെ മുമ്പിൽ പറയാൻ ഞാൻ അശക്തനാണ്. ചിലതൊക്കെ എഴുതി വെച്ചു, പക്ഷെ അങ്ങ് പുറത്തെടുക്കാൻ ധൈര്യമില്ല. മറ്റു ചില കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ഈ കൂട്ടത്തിൽ ചർച്ച ചെയ്യാം. അതായത് ഇതിന്റെ ഒരു ശാസ്ത്രം, ഈ ശാസ്ത്രം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രകൃതിക്ക് തുല്യമായി അല്ലെങ്കിൽ പ്രകൃതിക്ക് വിധേയമായാണ് ഈ ലോകത്തിലെ സർവ്വ ജീവജാലങ്ങളും ജീവിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കേണ്ടത്. എക്സ്പെക്റ്റഡ് ടു ബി സോ, അങ്ങനെ വേണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിലാണല്ലോ ജീവൻ ഉണ്ട് എന്നിപ്പോ തീരുമാനിച്ചത്. അപ്പം ഭൂമിയിൽ ജീവൻ ഉണ്ടാവാൻ കാരണം വേണ്ടത്ര വായുണ്ട്, വേണ്ടത്ര വെള്ളമുണ്ട്. അത് രണ്ടും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന മണ്ണും മറ്റു ഘടകങ്ങളും പഞ്ചഭൂതങ്ങൾ കൂടുമ്പോൾ ജീവൻ എന്ന ഏർപ്പാട് ഭൂമിയിൽ ജീവന് യോഗ്യതയുണ്ടെന്ന് ചുരുക്കം. ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളും ഈ പ്രകൃതിക്ക് വിധേയമായിട്ടാണ് ജീവിക്കേണ്ടത്. അങ്ങനെയാണ് ജീവിക്കുന്നത്. സസ്യങ്ങളും ജീവലതാദികളും മറ്റ് കീടങ്ങളും ഒക്കെ ജീവിക്കുന്നത് അങ്ങനെയാണ്. ഒരൊറ്റ ജീവി മാത്രമേ അതിന് വിരുദ്ധമായി ജീവിക്കുന്നുള്ളൂ, മനുഷ്യൻ പണ്ടൊക്കെ എവിടെയാണോ വെള്ളം അവിടെ പോയി താമസിക്കാറായിരുന്നു നമ്മൾ. ഇങ്ങനെയായിരുന്നല്ലോ രീതി. തടങ്ങളുമായി ബന്ധപ്പെട്ടാണ് സംസ്കാരങ്ങളൊക്കെ ലോകത്തുണ്ടായത്. സിന്ധു നദീതട സംസ്കാരമായാലും ഈ നൈൽ നദീതട സംസ്കാരമായാലും ഒക്കെ എവിടെയാണോ വെള്ളമുള്ളത് അവിടെ പോയി താമസിക്കാറായിരുന്നു. ഇപ്പൊ തിരിച്ചാണ്. എവിടെയാണോ നമ്മൾ താമസിക്കുന്നത് അവിടേക്ക് നമ്മൾ ഭഗീരഥനെ പോലെ വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പം അവിടെ തന്നെ പ്രകൃതി വിരുദ്ധത അല്ലെങ്കിൽ പ്രകൃതിക്ക് ഓപ്പോസ് ചെയ്യുന്ന ഒരു പരിപാടി തുടങ്ങുന്നു എന്നർത്ഥം. ഞാൻ അതിനെപ്പറ്റിയൊരു വെറും ധാരണ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ സംഭവിക്കുന്നത്, നമ്മൾ വീടുണ്ടാക്കുമ്പോൾ, നമ്മൾ കിണർ കുഴിക്കുമ്പോൾ, നമ്മൾ വീടുണ്ടാക്കാനായി സ്ഥലം നികത്തുമ്പോൾ ഒക്കെ നാച്ചുറിന്റെ ആ സ്വാഭാവിക പ്രക്രിയക്ക് വിരുദ്ധമായ ചില കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെറ്റാണോ ശരിയാണോ എന്നുള്ളത് മറ്റൊരു വശം. നമുക്ക് അതിനുള്ള കഴിവുണ്ടായിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഈ വെള്ളം ശേഖരിച്ച് വെക്കുന്ന ഏർപ്പാടിന്റെ പേര് അണക്കെട്ട്. പണ്ടും നമ്മുടെ നാട്ടിൽ അങ്ങനെ വേറെ രീതിയിൽ ഉണ്ടായിരുന്നു, ഭാരതത്തിലെ. അണക്കെട്ട് ഒരർത്ഥത്തിൽ പുഴയെ കൊല്ലുന്ന ഒന്നാണെന്നും നോ ഡാംസ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു പ്രസ്ഥാനം തന്നെ കുറെ കാലം പ്രവർത്തിച്ചിരുന്നു. നോ ഡാംസ്, അതായത് ശുദ്ധമായി സ്വച്ഛമായി ഒഴുകുന്ന പുഴയെ തടഞ്ഞു നിർത്തി ശേഖരിച്ചു വെച്ച് കുറെ കാലം കഴിഞ്ഞ് തുറന്നു വിടുന്നത് ഒരു തെറ്റായ രീതിയാണെന്നും അതുകൊണ്ട് വലിയൊരു ഇക്കോസിസ്റ്റം തന്നെ തകരാറാവുമെന്നും അത് നോ ഡാംസ് എന്ന് പറഞ്ഞ് ലോകത്ത് തന്നെ ഒരു പ്രസ്ഥാനം കുറെ കാലമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പല കാരണങ്ങളാ പിന്നെ അതിന് ഇല്ലാതെ. ഞാൻ പറഞ്ഞു വന്നത്, സത്യത്തിൽ പ്രകൃതിക്കൊരു രീതിയുണ്ട്. പ്രകൃതിയിൽ കടലുണ്ട്, സമുദ്രങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, പിന്നെ ദ്വീപുകളാണ് നമ്മുടെ ആ ജംബുകം മുതലായ പല ദ്വീപുകളുടെ കഥയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഈ ദ്വീപുകൾ സമുദ്രത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന, ആ വലിയ മഹാസമുദ്രത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് പോലെയാണ് ഭൂമിയുടെ ഒരു ഏർപ്പാട്. ഭൂമിയിൽ തന്നെ ഭൂമി എന്ന് പറയുന്ന ഭൂമാതാവിന്റെ 3/4 ഭാഗവും യഥാർത്ഥത്തിൽ വെള്ളമാണ്. മഹാസമുദ്രങ്ങളുടെ വെള്ളം, മഹാസമുദ്രങ്ങളെ ഭൂമി ഭൂമി ഗർഭം ധരിച്ച് ഭൂമി കൊണ്ടു നടക്കുക ചെയ്യുന്നത്. പറഞ്ഞു വന്നത്, ഈ പറയുന്ന ഈ എന്താ പറയാ, ഇപ്പൊ നമ്മുടെ ഭൂമിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന, നമ്മൾ നമ്മുടെ അടുത്തേക്ക് സൗകര്യപ്പെടുത്താൻ വേണ്ടി ഈ ഭൂമിയിലെ പ്രകൃതി ശക്തികളെ നമ്മൾ അവർക്ക് വിധേയമാവാതെ നമ്മളുടെ കൺട്രോളിലാക്കും. അത് അഗ്നിയെ ആയാലും വെള്ളത്തിനെ ആയാലും വായുവിനെ ആയാലും നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിലാക്കുന്നു. പ്രകൃതി വിരുദ്ധത തുടങ്ങുന്നു. പുഴയ്ക്ക് അണ കെട്ടുമ്പോൾ അത് സംഭവിക്കുന്നു. പുഴയുടെ തീരത്തല്ലാതെ മറ്റൊരു പർവ്വത മുകളിൽ പോയി, ഒരു കുന്നിൻ മുകളിൽ പോയി കിണർ കുഴിച്ച് വെള്ളം കാണുമ്പോൾ അത് സംഭവിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരല്പം പ്രകൃതിയോട് സമരസപ്പെട്ടുകൊണ്ടല്ല, പിന്നെ അല്പം അപകടപ്പെട്ടുകൊണ്ടാണ് എന്നൊരു ധാരണ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവാൻ. കുഴപ്പമൊന്നുമില്ല. അപ്പൊ പിന്നെ ചെയ്യേണ്ടതൊരു കാര്യം, എത്രത്തോളം ഈ അപകടം നമുക്ക് കുറയ്ക്കാം, നാച്ചുറുമായി നമ്മൾ എത്രത്തോളം ഒന്ന് സമരസപ്പെട്ട് ജീവിക്കാം. പഞ്ചഭൂതാത്മകമാണ് ശരീരം. ഭൂമി പഞ്ചഭൂതങ്ങളുടെ ഒരു എന്താ പറയാ
വളരെ കൃത്യമായ മിക്സ് കൊണ്ടാണ് ജീവിതവും ഭൂമിയും ഒക്കെ ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ആ പഞ്ചഭൂതാത്മകമായ നമ്മുടെ ശരീരം ഇതിന്റെ ഒരു മിനിയേച്ചറാണ്. അതായത് ഭൂമിയുടെ ഒരു കുഞ്ഞു പതിപ്പാണ് ഇവിടുത്തെ 250 കോടി ആളുകളുടെ ശരീരം, ഇവിടുത്തെ സസ്യങ്ങളുടെ ശരീരം ഒക്കെ. ഈ ശരീരം എന്ന് പറയുന്നത് സത്യത്തിൽ ഈ ഭൂമിയിലെ ഈ മിക്സിന്റെ ഒരു ജീവനുള്ള കുഞ്ഞു പതിപ്പാണ്. അപ്പൊ പിന്നെ അതിനനുസരിച്ചാണ് ജീവിതം വേണ്ടത്. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ പല കാരണങ്ങളാൽ നമ്മൾ അതെല്ലാം മറക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഈ പഞ്ചഭൂതങ്ങളെ കയ്യിൽ നിയന്ത്രിച്ച് നിർത്തിയെന്ന് അഹങ്കരിക്കുന്നതിന് പകരം കുറെയൊക്കെ അതിൻ്റെ ഒരു സത്യങ്ങൾ അറിഞ്ഞ് അതിനെ ആദരിച്ച് അതുമായി സമരസപ്പെട്ട് ജീവിക്കുകയാണ് വേണ്ടത്. കുളത്തിൽ കുളിക്കുമ്പോൾ പോലും കുളത്തിലേക്ക് നേരിട്ടങ്ങ് ചാടുകയല്ല നമ്മള്. കുളത്തിനെയൊക്കെ ഒന്ന് വന്ദിച്ച് കൈകൊണ്ട് വെള്ളത്തെയൊക്കെ ഒന്ന് എടുത്ത്, അങ്ങനെയാണല്ലോ നമ്മുടെ രീതികൾ. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പ്രമാണം. വിവിധ മതശാസ്ത്രങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു വലിയ കാര്യം കൂടിയുണ്ട്. നമ്മൾക്ക് ഒരാൾക്ക് കുളിക്കാൻ 10 ലിറ്റർ വെള്ളം വേണമെങ്കിൽ, അങ്ങനെയാണല്ലോ, ഒരാൾക്ക് കുളിക്കാൻ 10 ലിറ്റർ എന്ന് ഞാൻ സുമാർ പറഞ്ഞതാണ്, ചിലപ്പോൾ അത് 20ഓ 30ഓ ആയിരിക്കാം. 100 പേർക്ക് കുളിക്കാൻ 100 × 10 1000 ലിറ്റർ വെള്ളം വേണം. 100 പേർക്ക് ഒരു കുളത്തിൽ നിന്നാണ് കുളിക്കുന്നതെങ്കിൽ 0 ലിറ്റർ വെള്ളം മതിയല്ലോ. അത് പുഴയിൽ നിന്നാണെങ്കിലും അത് മതിയല്ലോ. പൊതു ഇടങ്ങളും ജലാശയങ്ങളും നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമാകുമ്പോൾ ദുർവ്യയം കുറയുന്നു, അവ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാകുന്നു. ഈ പറയുന്ന ജലം എന്ന ആ സംവിധാനത്തിനെ ആദരിച്ച് അതിന്റെ കൂടെ നിന്ന് ജീവിക്കുന്നു. നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോ ചെയ്യുന്നത്, നമുക്ക് ഓരോരുത്തർക്കും സ്വന്തം കിണറുകളുണ്ട്. സ്വന്തം കിണർ. ലോകത്ത് സ്വന്തം കിണറുകൾ ഉള്ള, അതായത് ഓരോ വീട്ടിലും കിണറുള്ള വളരെ ചുരുക്കം ജനതയേ ഉള്ളൂ. അതിലൊന്നാണ് കേരളീയര്. കേരളത്തിൽ ഏതാണ്ട് 3.5 കോടിയോ മറ്റോ ആണ് കേരളത്തിലെ ജനങ്ങളെന്ന് തോന്നുന്നു. 3.5 കോടിയിൽ ഒരു വീട്ടിൽ ഒരു 4 ആൾ 5 ആളെന്ന് കണക്കാക്കിയാൽ ഏതാണ്ട് 80 ലക്ഷം കിണറുകൾ, 79 ലക്ഷത്തി ചില്ലാനെന്നൊക്കെ CWRDM ഈയിടെ വന്ന കണക്കുകൾ പറയുന്നുണ്ട്. കിണറുകൾ നമുക്കുണ്ട്. 79 ലക്ഷത്തി ചില്ലാനം കിണറുകൾ, 79 ലക്ഷത്തി ചില്ലാനം കക്കൂസ് ടാങ്കുകൾ, അല്ലെങ്കിൽ അതിനടുത്ത് തന്നെ കുളിമുറിയിൽ നിന്ന് വരുന്ന വേസ്റ്റ് വരുന്ന ടാങ്ക്, അതിന്റെ അത്രയും എണ്ണം തന്നെ അടുക്കളയിൽ നിന്ന് വരുന്ന വേസ്റ്റ് വരുന്ന ടാങ്ക്. ഇതെല്ലാം കൂടെയാണ് നമ്മളുടെ ആവാസ വ്യവസ്ഥയായ വീട്ടുപുരയിടം ഇപ്പോൾ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞത് പഞ്ചഭൂതങ്ങളുടെ തുല്യമായ ഏറ്റവും അപ്രോപ്രിയേറ്റ്, അല്ലെങ്കിൽ എന്താ പറയാ, വളരെ സമ്യക്കാവും വിധം യോജിപ്പിച്ച് ഉണ്ടായ ഭൂമിയിൽ അങ്ങനെ തന്നെ ജീവിക്കേണ്ട മനുഷ്യൻ ഈ സാധനങ്ങളെയൊക്കെ നമ്മുടെ വരുതിയിലാക്കുമ്പോൾ സംഭവിക്കുന്നത് ജീവജലമായ കിണറും ഈ വിസർജ്യങ്ങൾ പുറത്തുവിടുന്ന, നമ്മുടെ വിട്ടുവിസർജ്യങ്ങൾ പുറത്തുവിടുന്ന സകല കുഴികളും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ജലത്തിന്റെ പുരാണം, ജലത്തിന്റെ ശാസ്ത്രം. ജലം എന്നത് സത്യത്തിൽ ജീവജലമായി നമുക്ക് ഇവിടെ കിണറിൽ കിട്ടുകയാണ്, അല്ലെങ്കിൽ കിണറിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. പക്ഷെ നമ്മുടെ ഈ കോമ്പൗണ്ടത്തിനാണല്ലോ ഈ വേസ്റ്റ് ഒക്കെ നമ്മൾ കളയുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കിണറുകളുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ നാട്. ഈ ലോകത്തില് ഒരു പക്ഷേ 75 78 ലക്ഷം കിണറുകൾ ഇത്ര ചെറിയൊരു ഏരിയയിൽ ഒരു പക്ഷേ അല്ല, ഇല്ല. മറ്റ് പ്രദേശങ്ങളിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് രാജ്യങ്ങളിലോ ഒരു 5 or 6 മാസം കൃത്യമായി മഴ പെയ്യുകയും ആ മഴവെള്ളത്തിനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന മണ്ണും ഒന്നും പലയിടത്തും ഇല്ല. അതുകൊണ്ട് നമുക്കത് ഈശ്വരൻ തന്നൊരു വരദാന. പക്ഷേ ഈ പറയുന്ന കിണറുകൾ ഇപ്പോൾ നിലനിൽക്കുന്നത് പല വിസർജ്യ വസ്തുക്കളും പുറത്തുവിടുന്ന പലതുമായി ബന്ധപ്പെട്ടാണ് എന്ന സത്യത്തെ കാണാതിരിക്കാൻ കഴിയില്ല. സത്യത്തിൽ ഉണ്ടാകേണ്ടിയിരുന്ന പൊതു ഇടങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ നശിപ്പിച്ചു. പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ പറയുന്ന കേൾക്കാം, ഇപ്പൊ തിരുനാവായയിലൊക്കെ ഏത് പോയാലും മുങ്ങിക്കുളിക്കാൻ ഭാരതപ്പുഴയിൽ വെള്ളം ഉണ്ടായിരുന്നത്രേ. ആ ചില ബലികർമ്മങ്ങൾക്കൊക്കെ പോകുമ്പോൾ ആ കാലത്തൊക്കെ വെള്ളം ഉണ്ടായിരുന്നു, മുങ്ങാൻ പറ്റുമായിരുന്നു. മുത്തശ്ശിമാരൊക്കെ പറയാം. ഇപ്പം പല സമയത്തും പോയാൽ കൈകൊണ്ട് കുഴിച്ച്, എപ്പോഴും അല്ല, അപ്പൊ നോക്കണം എവിടെയായിപ്പോ ഈ പുഴ നമ്മുടെ കുഴപ്പം കൊണ്ട് നമ്മൾ പല അപകടങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചു. പറഞ്ഞു വരുന്നത്, ഈ പ്രകൃതി ശക്തികളുടെ കയ്യേറ്റം അതിന്റെ ഗുണങ്ങളിലേക്കും കൂടി കടക്കുമ്പോൾ അത് ദോഷമായി ബാധിക്കുന്നത് ഈ പ്രകൃതിയെയും പ്രകൃതിയുടെ ഭാഗമായ നമ്മളെയുമാണ്. പറഞ്ഞു വരുന്നത്, ഈ പഞ്ചഭൂതങ്ങളോടുള്ള കയ്യേറിയെന്ന് വിശ്വസിച്ച് ഭരിച്ച് നടക്കുന്ന മനുഷ്യൻ അതിന്റെ കയ്യേറ്റം മുന്നോട്ട് നീക്കുമ്പോൾ ഇനിയും അതിന് വേണ്ടത്ര പരിഹാരങ്ങൾ നടത്തുന്നില്ല എങ്കിൽ
അത് ബാധിക്കുന്നത് നമ്മളെ തന്നെയാണ്. നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ നിത്യജീവിതത്തെയും നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സുസ്ഥിര വികസനം എന്നൊക്കെ നമ്മൾ പറയുന്ന പലതിനെയും ബാധിക്കുന്നു. വെള്ളത്തിന്റെ ഒരു ശാസ്ത്രം നേരത്തെ നമ്മുടെ വിഷയം അതായതുകൊണ്ട് പറഞ്ഞു. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ, ഭൂമി എന്ന് പറയുന്നത് ഒരു ബ്ലൂ പ്ലാനറ്റ് ആണ്, നീല ഗ്രഹമാണ്. കാരണം സമുദ്രമാണിത് മുഴുവൻ. ഈ വലിയ സമുദ്രങ്ങളും കടലുകളും നദികളും ഒക്കെ ഉൾപ്പെടുന്ന വലിയൊരു ഗോളമാകുന്നു നമ്മുടെ ഭൂമി. അതിനകത്ത് അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്തു കണ്ടു. നമുക്ക് ഭൂമിയിൽ ആകെയുള്ള വെള്ളത്തിന്റെ 97% ഏതാണ്ട് സമുദ്രത്തിലെ ഉപ്പ് ജലമാണ്. ഒരു 2% അടുത്ത് പിന്നെ ധ്രുവപ്രദേശങ്ങളിലും വലിയ പർവ്വതങ്ങളിലൊക്കെ ഉള്ള ഐസാണ്. പിന്നെ കിടക്കുന്ന 1-ൽ താഴെയാണ് ആകെയുള്ള വെള്ളത്തിന്റെ 97% പോയി. 1% താഴെയാണ് പുഴകളായും തടാകങ്ങളായും കുളങ്ങളായും കിണറുകളായും എല്ലാം കൂടി ഈ ഭൂമിയിലുണ്ട്. ജലസമൃദ്ധമാണ്, ഉപയോഗിക്കാൻ പറ്റുന്നത് <1% ഓഫ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി. ഞാൻ പറഞ്ഞ പ്രശ്നം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോഴ് അത് മാത്രമല്ല, ധാരാളം വെള്ളമുണ്ടെന്നുള്ള ധാരണയെ തെറ്റ് മറ്റ് ജീവജാലങ്ങൾക്ക് ഒരു പരിധിവരെ അതൊക്കെ മാറ്റി. അതായത് അല്പം മലിനമാണ് വെള്ളം എന്ന് വിചാരിച്ച് ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങളൊന്നും അങ്ങ് അപ്പാട് നശിക്കാനൊന്നും പോകുന്നില്ല, ജീവരാശി നശിക്കുന്നൊന്നുമില്ല. പക്ഷെ മനുഷ്യൻ അത് പോരാ. മനുഷ്യൻ ജലജീവിയാണ്, ശുദ്ധ ജലജീവിയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ബോഡി മെറ്റാബോളിസത്തിന്റെ ഓരോരോ നിമിഷവും നല്ല വെള്ളം വേണം. അത് ഏതെങ്കിലും വെള്ളം പോരാ. അപ്പോ എന്നാലോ ഭൂമിയിലാകെ അവൈലബിൾ ആയ വെള്ളത്തിന്റെ 1% താഴെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെ ഉള്ളൂ. അത്രയും കഷ്ടമാണ് നമ്മുടെ ഒരു സ്ഥിതി. നമുക്ക് എത്രയോ ഉണ്ടെന്നുള്ള ധാരണ നമ്മൾ ആദ്യം മനസ്സിൽ നിന്ന് ചെറുതായി മാറ്റുക. ഈ 1% താഴെ ആകെ ഉള്ളൂ. അതുകൊണ്ട് വേണം സകല കലാപരിപാടികളും നടത്താൻ. പിന്നെ നമ്മുടെ ജീവിത പരിപാടിയിൽ ജീവൻ നിലനിർത്താൻ വേണ്ട കുടിക്കാനും ഭക്ഷണാവശ്യങ്ങൾക്കും വേണ്ട വെള്ളം ആകെ ഉപയോഗത്തിന്റെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതായത് ടോട്ടൽ നമ്മൾ ഉപയോഗിക്കുന്ന 100 ലിറ്റർ ആണെങ്കിൽ 10-20 ലിറ്ററെ 15% താഴെ മാത്രമേ ഈ കാര്യത്തിന് വേണ്ടൂ. പാചകാവശ്യങ്ങൾക്കും കുടിക്കാനും നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടത്തിവിടാൻ അത്രയേ വേണ്ടൂ. ബാക്കിയൊക്കെ വേണ്ടത് അതുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രക്രിയകൾക്കാണ്. കുളിക്കണം, മറ്റ് ശുചിത്വം നടത്തണം, നനയ്ക്കണം, വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യണം. അത്തരം ഒരുപാട് കാര്യങ്ങൾക്കാണ് നമുക്ക് വേണ്ട വെള്ളത്തിന്റെ ബാക്കിയൊക്കെ ഉള്ളത്. പക്ഷേ ഇപ്പം എങ്ങനെയാന്ന് വെച്ചാല് ഇത് 2 തരം വെള്ളമൊന്നും ഇപ്പൊ നിലവിലില്ല. നമുക്കൊരു കിണറുണ്ട്. ആ കിണറിലെ വെള്ളം എന്ത് തന്നെയാണെങ്കിലും കുടിക്കാനും അതാണ്, നനയ്ക്കാനും അതാണ്, പിന്നെ അടുക്കളയിൽ ഉപയോഗിക്കാനും അതാണ്, കുളിമുറിയിൽ ഉപയോഗിക്കാനും അതാണ്, കക്കൂസിൽ ഉപയോഗിക്കാനും അതാണ്. പിന്നെ ഇത് തന്നെ, ഈ ജീവജലം തന്നെ പലതരം വേസ്റ്റുകളാൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. അപ്പം സത്യത്തിൽ അങ്ങനെ പോരാ. ഈ ജലം എന്നത് നാം ഏറ്റവും പ്രാധാന്യത്തോടെയും ഏറ്റവും ഒരു പവിത്രതയോടെയും, നമ്മുടെ സംസ്കാരത്തിൽ അങ്ങനെയാണല്ലോ, അറ്റ്ലീസ്റ്റ് ബ്രാഹ്മണർ അവരുടെ ക്രിയകളിലൊക്കെ തന്നെ വെള്ളത്തിന് വല്ലാത്തൊരു പ്രാധാന്യമാണ് കൊടുക്കുന്നത്. വല്ലാത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ജലപിശാചി എന്നൊക്കെ പറഞ്ഞ ചില പദങ്ങളുണ്ടല്ലോ. സർവം ശുദ്ധമാക്കാൻ നമുക്ക് വെള്ളം മതി. എന്തും ശുദ്ധം എന്ന ഒരു കൺസെപ്റ്റിലേക്ക് കൺസെപ്റ്റ് ആണ് അതുമായി ബന്ധപ്പെട്ടുള്ളത്, വെള്ളമാണ്. അപ്പം അത്രമാത്രം പ്രാധാന്യം അതിനുണ്ട്. ശരീരം പൂർണ്ണമായി സ്നാനം പഞ്ചവിധം പ്രോക്തം എന്നൊക്കെ പറഞ്ഞാലും അതൊന്നും പോരാ. കുളിച്ച് കൃത്യമായി തളിച്ച് വീണ്ടും കുളിച്ച് വന്നാലേ ശുദ്ധം എന്ന് പറയുന്ന സംഭവമാവുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഏർപ്പാടുകൾ, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഒരു സ്ഥിതി അങ്ങനെയല്ല. നമ്മുടെ കയ്യിലുള്ള നമ്മുടേതാണ് എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ കിണറുകൾ സത്യത്തിൽ അല്ലെങ്കിൽ കിണറുകൾ എന്ന് ഞാൻ സൂചിപ്പിക്കുന്നതേ ഉള്ളൂ, കേരളീയ സംബന്ധിച്ചോളം കിണറുകളാണ്. ഈ കിണറിൽ നിന്ന് കിട്ടുന്ന വെള്ളം പലപ്പോഴും അതിന്റെ നേരത്തെ മുതൽ പുരാതനമായി നമ്മുടെ മഹർഷിമാർ പറഞ്ഞിരിക്കുന്ന വെള്ളത്തിന്റെ അതത് ഭൂമിക്കനുസരിച്ച് അതിനെ കാണണം, അതിന്റെ സ്വഭാവത്തെ കാണണം, ഗവേഷണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കുഴപ്പമായിട്ട് ഇപ്പൊ നടക്കുന്നത്. ഇപ്പോഴ് അത്രയൊന്നും അത്രയൊന്നും അതിനെപ്പറ്റി ചിന്തിക്കാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോ നമുക്ക് നമ്മുടെ വെള്ളം ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. മറ്റൊരു ചെറിയ തമാശ ഉള്ളത്, നമ്മള് വി ആർ ഹൈലി പൊസസീവ് ഓൺ അവർ വെൽസ്. കിണറുകളുടെ കാര്യത്തിൽ നമ്മൾ ഭയങ്കര നമുക്കൊരു സ്വന്തം എന്നൊരു തോന്നല. നമ്മുടെ കിണർ എന്നൊക്കെയാ പറയാ, പൊതുവെ പറയാ നമ്മുടെ കിണർ.
ഈ കിണറുകൾ ഷെയർ ചെയ്യുന്ന ഒരു രീതി പൊതുവെ മലയാളിക്ക് കുറവാണ്. അടുത്ത വീട്ടുകാരനുമായി ഒരു കിണർ ഷെയർ ചെയ്യാൻ പതിവില്ല. സാരമില്ല, വേസ്റ്റ് ടാങ്കുകളും ഷെയർ ചെയ്യുന്നില്ല. അടുത്ത വീട്ടുകാരുമായി ഒരു കക്കൂസ് ടാങ്ക് ചിന്തിക്കാനേ പറ്റില്ല. അപ്പൊ ഫലം എന്താന്ന് വെച്ചാൽ നമ്മുടെ കിണർ എന്നത് നമ്മുടെ കിണറും നമ്മുടെ കക്കൂസ് ടാങ്കും ഈ കുഞ്ഞി പ്രദേശത്തായത് കൊണ്ട് തന്നെ 5 സെന്റിലോ 10 സെന്റിലോ ആയതുകൊണ്ട് തന്നെ ബന്ധപ്പെടണ്ട എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന സർവ്വജീവികളും സർവ്വ ജീവജാലങ്ങൾക്കും സർവ്വ സൂക്ഷ്മാണുക്കൾക്കും നമ്മൾ ഇടം തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വെള്ളം അതിന്റെ ഗുണനിലവാരത്തെ ചിന്തിച്ചാൽ അല്പം മോശമാണെന്ന സത്യം നമ്മൾ അംഗീകരിച്ചേ തീരൂ. അത് അങ്ങനെ തീരൂ എന്ന് പറയുന്നത് കൊണ്ടും കഴിയുന്നില്ല കാര്യങ്ങൾ. അറ്റ്ലീസ്റ്റ് നമ്മുടെ നമ്പൂതിരിമാർക്കുള്ള കുറെ ചില നല്ല സ്വഭാവ വിശേഷതകൾ ഉണ്ടായിരുന്നു. ഉദാഹരണം, ഈ കോവിഡ് കാലത്ത് നമ്മൾ സ്വസ്തി തന്നെ അത് പറയണ്ടായി. ഇപ്പം കോവിഡ് ആചരിക്കുന്ന ഒരു സമയത്ത് ഈ സംക്രമണം പകർച്ച തടയാൻ വേണ്ടിയിട്ട് രോഗികൾ തമ്മിലുള്ള ബന്ധങ്ങളും അതിന്റെ പകർച്ചയുടെ വ്യാപ്തിയൊക്കെ തടയാൻ വേണ്ടി പുറത്തു പോയി വന്നാൽ കുളിച്ചാണ് കയറുക. കുറെ കാല ആൾക്കാർ അതൊക്കെ പാലിച്ചു. നമ്പൂതിരിമാർ മാത്രമല്ല എല്ലാവരും പാലിച്ചു. നമ്മൾ പണ്ടേ പാലിച്ചിരുന്നു. നമ്മൾ പണ്ടേ തന്നെ നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ശുദ്ധം കീപ്പ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. കുറച്ച് അമിതമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഐത്തക്കോലും മറ്റ് ഏർപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആരോഗ്യ പരിപാലനത്തിന്റെ ഭാഗമായി ആ നിഷ്കർഷ ഒരു പക്ഷെ ആവശ്യമായിരുന്നു. നമ്പൂതിരിയും അതൊക്കെ സ്വാഭാവികമായിട്ടും ഒക്കെ ഒന്ന് മറന്ന മട്ടാണ്. രാവിലെയും വൈകുന്നേരം കുളിക്കുന്നെന്നോ പിന്നെ പുറത്തുനിന്ന് വന്നാൽ പല കാര്യങ്ങളും ഇങ്ങോട്ട് അടുപ്പിക്കുന്നില്ലെന്നോ എന്ന രീതിയൊക്കെ നമ്പൂതിരിയും മറന്ന മട്ടാണ്. ഞാൻ ജസ്റ്റ് സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്പൂതിരിക്ക് അത് ഉണ്ടായിരുന്നു. ബീയിങ് ബ്രാഹ്മിൻ നമ്മൾ ആ രീതിയിൽ അതിനെ കണ്ടിരുന്നു. ആ സംവിധാനത്തെയൊക്കെ നമുക്കങ്ങ് എന്താ പറയാ പൂർണ്ണ ശുചിത്വം എന്നത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിരുന്നു. പക്ഷെ ഇപ്പോഴും കുറേയൊന്നും അങ്ങനെയല്ല കേട്ടോ. ഇനി എന്തായിരുന്നാലും ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ചുറ്റുമുള്ള നമ്മൾ ഏറ്റവും ശുദ്ധമാണ് നമ്മൾ വിശ്വസിക്കുന്ന കിണർ പല രീതിയിൽ മലിനപ്പെട്ടാണ് കിടക്കുന്നത്. ഈ വെള്ളത്തിന്റെ ഒരു പ്രത്യേകത, വെള്ളത്തിന്റെ ശാസ്ത്രം പറയുമ്പോൾ ആദ്യം പറയേണ്ട കാര്യമാണ്. വെള്ളത്തിന്റെ പ്രത്യേകത, വെള്ളം യൂണിവേഴ്സൽ സോൾവെന്റ് ആണ്. H2O എന്നാണ് അതിന്റെ ഫോർമുല. 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടിയിരിക്കുന്നു ആ തന്മാത്രയിൽ. അതിന് ഹൈഡ്രജൻ ബോണ്ടിങ് എന്നൊരു ഏർപ്പാടുണ്ട്. 2H2O ആണ്. 2 വെള്ളത്തന്മാത്രകൾ കൂടിയാലാണ് ഒരു സംഗതി ആയി കിട്ടുന്നത്. 4 ഹൈഡ്രജൻ ബോണ്ടുകൾ അവിടെ വരുന്നുണ്ട്. വളരെ ശക്തമാണ്. അതിന്റെ കെമിസ്ട്രിയിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല. അപ്പം വെള്ളത്തിന്റെ ഒരു പ്രത്യേകത, 3 സ്റ്റേറ്റിൽ ആ സാധനം ഇരിക്കുന്നു. 3 അവസ്ഥകളിൽ: വാതകം, പിന്നെ ഖരം ഐസ്, പിന്നെ നീരാവി വാതകം, നമുക്ക് വേണ്ട ദ്രാവകം വെള്ളവും. വെള്ളത്തിന്റെ പ്രത്യേകത എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്, ഈ വെള്ളത്തിന്റെ തന്മാത്രകൾക്കുള്ളിലും വെള്ളത്തിന്റെ തന്മാത്രകൾ തമ്മിലും, നമ്മൾ ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്റർമോളിക്കുലാർ ആൻഡ് ഇൻട്രാമോളിക്കുലാർ സ്പേസ് കൂടുതലാണ്. ജലത്തിന്റെ തന്മാത്രക്കകത്ത് ഒരുപാട് സ്പേസ് ഉണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇത്രയും സൈസ് കുറഞ്ഞുള്ള സാധനങ്ങളാണ്. ഒരുപാട് എന്ന് പറയുന്നത് അങ്ങനെ കാണണം. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ വെള്ളം പലതിനെയും ലയിപ്പിച്ചു കൂടെ കൊണ്ട് നടക്കും. അതുകൊണ്ട് വെള്ളത്തിനൊരു പേരുണ്ട്, യൂണിവേഴ്സൽ സോൾവെന്റ് അല്ലെങ്കിൽ സാർവലായകം. ഇല്ല, ഒരുപാട് കാര്യങ്ങൾ വെള്ളം ലയിച്ച് കൂടെ കൊണ്ട് നടക്കും. വെള്ളത്തിന് ഒബ്ജക്ഷൻ ഒന്നുമില്ല. ഇനി ലയിക്കാത്ത പലതിനെയും വെള്ളം ലയിപ്പിക്കാതെ കൂടെ കൊണ്ട് നടക്കും. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ എന്നൊക്കെ വേണേൽ പറയാം. ലയിപ്പിക്കാതെ കൂടെ കൊണ്ട് നടക്കും. മണ്ണ് വെള്ളത്തിൽ ലയിക്കുന്നൊന്നുമില്ല. വെള്ളത്തിന് ഒബ്ജക്ഷൻ ഒന്നുമില്ല. മണ്ണിങ്ങനെ വരുന്നത് ഒരു ഒബ്ജക്ഷൻ. മറ്റെല്ലാ ദ്രാവകങ്ങളും അങ്ങനെയല്ല. അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മുടെ ജീവൻ നിലനിർത്താൻ വെള്ളത്തിന്റെ ഒരു പ്രാധാന്യത്തിന്റെ കാരണം അതാണ്. നമ്മളെ ശരീരത്തിലേക്ക് സർവ്വസ്ഥലത്തേക്കും വേണ്ട കാര്യങ്ങളൊക്കെ എത്തിക്കാൻ വെള്ളത്തിന് കഴിയുന്നത് വെള്ളത്തിൽ ലയിപ്പിക്കുന്നതുകൊണ്ടും കൂടെ കൊണ്ട് നടക്കുന്നതുകൊണ്ട്. അപ്പോ പറഞ്ഞു വരുന്നത്, ഇത്രയും വിപുലമായ ശക്തിയുള്ള ഈ വെള്ളത്തിലേക്ക്, അതുകൊണ്ട് തന്നെ നമ്മളുടെ ആരോഗ്യത്തിന് ഹാനികരമായ എന്തെങ്കിലും കടന്നു വന്നാൽ ആ വെള്ളം ശുദ്ധമാവുന്നില്ല. H2O എന്ന വെള്ളത്തിൽ H2O തന്നെ വേണ്ട, 100% H2O പാടുള്ളൂ, മറ്റൊരു തന്മാത്രയും മറ്റൊരു മൂലകവും മറ്റൊരു പദാർത്ഥവും പാടില്ല എന്ന് പറയുന്നില്ല. മറിച്ച് നമ്മുടെ ജീവന്, നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഈ വെള്ളത്തിൽ വന്നാൽ അത് പിന്നെ ശുദ്ധജലമല്ല. നമ്പൂരി ഭാഷയെ പറഞ്ഞ ശുദ്ധം മാറി. അപ്പോ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വെള്ളം അത്ര ശുദ്ധല്ല എന്ന് ചുരുക്കം. എന്നാ എന്താ ശുദ്ധത? അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. അതായത് എന്താണ് പ്യുവർ വാട്ടർ എന്ന്
തീരുമാനിച്ചിട്ടുണ്ട് ശാസ്ത്രം. അമേരിക്കൻ പബ്ലിക് ഹെൽത്ത് അസോസിയേഷന്റെ മാനുവലാണ് അതിന്റെ അടിസ്ഥാന രേഖ. ഇപ്പോഴത്തെ ആധുനിക ലോകത്ത് അമേരിക്കയാണല്ലോ വളരെ ഡെവലപ്ഡ് കൺട്രി. അപ്പൊ അവർ തീരുമാനിച്ചിട്ടുണ്ട് വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെ, വെള്ളത്തിൽ അലിഞ്ഞും അലിയാതെയുമുള്ള 20,000-ഓളം രാസ ജൈവ ഭൗതിക ഘടകങ്ങൾ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇത് ഇത്രയേ പാടുള്ളൂ, ഇത് ഇത്രയേ പാടുള്ളൂ, ഇത്രയ്ക്ക് മേലെ പോയാൽ അത് മലിനം, ഇതിനകത്താണെങ്കിൽ അത് ഗുഡ് എന്നൊരു സാധനം അവർ എഴുതി വെച്ചിട്ടുണ്ട്. APHA മാനുവൽ എന്നാണ് പറയുന്നത്. അതിന്റെ ചുവട് പിടിച്ച് മോഹൻ സാറിനൊക്കെ, നമ്മുടെ കൂടെ ഉള്ള സാറിന്മാർക്കൊക്കെ അത് അറിയാം. അതിന്റെ ചുവട് പിടിച്ച് എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ ഒരു കുന്തം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിലവിലുള്ള ഈ വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിന്റെ പേര് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് 10,500 BIS 10,500. നമ്മൾ ഗൂഗിൾ ചെയ്താലൊക്കെ കിട്ടും. ഒരുപാട്, ഈ 20,000 വരെയൊന്നുമില്ല എങ്കിൽ പോലും അമേരിക്കൻ പബ്ലിക് ഹെൽത്ത് അസോസിയേഷൻ മാനുവൽ പോലെ നമ്മുടെ നാട്ടിലും വെള്ളത്തിന്റെ ഗുണനിലവാരം ഇന്നിന്നതായിരിക്കണം എന്ന് എഴുതി വെച്ച ഒരു പട്ടികയുണ്ട്. അതാണ് IS 10,500 എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അതിന് ഒരുപാടുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാൽ കിട്ടും. IS 10,500 പറയുന്നു നമുക്ക് ലഭിക്കുന്ന വെള്ളത്തിന് നിറം പാടില്ല, സ്മെല്ല്, ഗന്ധം പാടില്ല, നല്ലതും ചീത്തതുമായ ഗന്ധം പാടില്ല, രുചി, നിങ്ങൾക്ക് സ്വീകാര്യമായ രുചി ഉണ്ടാവണം. രുചി വേണ്ടെന്നല്ല പറയുന്നത്. പ്യൂറസ്റ്റ് ഫോം ഓഫ് H2O ഡിസ്റ്റിൽ ചെയ്തൊരു വെള്ളത്തിന് രുചി ഉണ്ടാവില്ല. കിട്ടുന്ന വെള്ളത്തിന് രുചിയൊക്കെ ഉണ്ട്. രുചിയെപ്പറ്റി ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിരിക്കുന്നത് അക്സെപ്റ്റബിൾ ടു ദ കൺസ്യൂമർ, ഉപഭോക്താവിന് പറ്റുന്ന രുചി. അപ്പൊ രുചിയുടെ കാര്യത്തിൽ അതാണ്. കലങ്ങാൻ പാടില്ല വെള്ളം. വെള്ളം എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ്, സുതാര്യമാണ്. എല്ലാം ജലത്തിൽ കൂടെ കാണാൻ കഴിയണം, അല്ലേ? നമ്മുടെ നാട്ടിലൊരു ശൈലി എന്നുണ്ട്, എനിക്ക് നിന്നെ പച്ചവെള്ളം പോലെ അറിയാന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ പറയുമെന്ന് ചോദിച്ചാൽ സംശയമാണ്. കോഴിക്കോട് പറയുന്ന ഒരു ശൈലിയൊക്കെ പോട്ടെ. ഒട്ടും കലങ്ങാൻ പാടില്ല. വെള്ളം അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. നിറം പാടില്ല, ഗന്ധം പാടില്ല, നല്ലതും ചീത്തതുമായ ഒരു ഗന്ധവും പാടില്ല. നല്ല സ്വാദായിരിക്കണം, അല്ലെങ്കിൽ നല്ല രുചി, നിങ്ങൾക്ക് സ്വീകാര്യമായ രുചി. അതായത് കോഴിക്കോട്ടുകാർ ശീലിച്ചു വന്ന രുചി അവരുടെ രുചി, അമേരിക്കക്കാർ ശീലിച്ചു വന്ന രുചി അവരുടെ രുചി. രുചി എന്ന് പറയുന്നത് ആ പ്രദേശത്തെ മണ്ണിലുള്ള ധാതു ലവണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോ കോഴിക്കോട്ട് ഒരുപക്ഷെ കടലിനടുത്തായിരിക്കാം, അല്പം ഉപ്പിന്റെ സ്വാദൊക്കെ ഉണ്ടാവാം. ഒരുപക്ഷെ ശ്രീകണ്ഠാപുരത്ത്, കണ്ണൂർ പോയി കഴിഞ്ഞാൽ ഉപ്പുണ്ടാവില്ല, അവിടെ എത്രയോ ദൂരെയാണ് കടല്. അപ്പൊ അവിടുത്തെ രുചിയാണ് നല്ലത്, ഇവിടത്തത് മോശം എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ പ്രദേശവാസികൾ ശീലിച്ചു വന്ന രുചി, ഇറ്റ്സ് ഓക്കെ, അതാണ് അതിന്റെ ഒരു ഉദ്ദേശം. ഇങ്ങനെ കുറെ ഭൗതിക ഘടകങ്ങൾ, ഇങ്ങനെ ഇത് മാത്രം പോരാ, കുറെ എണ്ണമുണ്ട്. PH എന്ന് പറയുന്നത് പൊട്ടൻസ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. വെള്ളം H2O ആണ്. അതിനകത്ത് വല്ല മാലിന്യങ്ങളും വീണാൽ ഹൈഡ്രജന്റെ എന്താ പറയാ, റിയാക്ടിവിറ്റി ഒക്കെ കൂടും. ഹൈഡ്രജനും ഓക്സിജനും കൂടി ഇന്ന് ഹൈഡ്രോക്സൈഡ് ആണ് യഥാർത്ഥത്തിൽ വെള്ളം. അപ്പോ അതില് ഓരോ ആറ്റവും ഓരോന്നിന്റെയും സ്വഭാവം കാണിക്കാൻ പാടില്ല. മാലിന്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം വരും. അപ്പം വന്നു കഴിഞ്ഞാൽ ഈ PH എന്ന് പറയുന്ന സാധനം 0 മുതൽ 14 വരെയാണ്. പൊട്ടൻസ് ഹൈഡ്രജൻ എന്നാണ് അതിന്റെ ഒരു പേര്. നെഗറ്റീവ് ലോഗ് ഓഫ് H⁻⁻10 എന്നൊക്കെ നിർവചനം ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് സമയം പോകും. അപ്പൊ അത് 6.5, അതായത് 7-ൽ താഴെയായാൽ വെള്ളത്തിന്റെ PH അസിഡിക്, 7-ൽ മുകളിൽ പോയാൽ ആൽക്കലൈൻ, അല്ലെ ക്ഷാര സ്വഭാവം എന്ന് അതിന്റെ ക്വാളിറ്റി പറയും. അപ്പം ഈ എന്താ പറയാ, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പറയുന്നത് കിട്ടുന്ന വെള്ളം 6.5-നും 8.5-നും ഇടയിലായിരിക്കണം PH. അപ്പോ നമുക്ക് നമ്മുടെ കിണർ വെള്ളം അതൊന്നാണോ എന്നൊക്കെ ഉള്ളത് ഒരു സംശയം. ഒരുപാട് ഇലകൾ, പൂക്കൾ, പഴങ്ങൾ എന്തൊക്കെയാ നമ്മുടെ കിണറിലേക്ക് വീഴുന്നത്. അപ്പൊ പലപ്പോഴും 6.5-ന് പകരം 4-ഉം 5-ഉം അസിഡിക് ആയിട്ടാണ് പലപ്പോഴും വെള്ളം കാണുന്നത്. അപ്പൊ ഫിസിക്കലി ഇങ്ങനെയൊക്കെ ആയിരിക്കണം. ഇനി വലിയ രീതിയിലെ കെമിക്കൽ ഘടകങ്ങളുണ്ട്. അസിഡിറ്റി, ആൽക്കലിനിറ്റി, ഹാർഡ്നെസ്, അതായത് കട്ടി, അയൺ, അമോണിയ, നൈട്രജൻ, ക്ലോറൈഡ്, എത്ര വേണമെങ്കിലും എനിക്ക് ലിസ്റ്റ് നീട്ടാം. ഇത്തരം ഘടകങ്ങൾക്കൊക്കെ ഒരു പരിധി ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടുണ്ട്. ഉദാഹരണമായി അയൺ 1 മില്ലിഗ്രാം 1 ലിറ്ററിൽ മാത്രമേ പരമാവധി പാടുള്ളൂ. അതായത് അയണിന്റെ അളവ്, ഇരുമ്പിന്റെ അളവ് കുടിവെള്ളത്തിൽ 1 മില്ലിഗ്രാമേ പാടുള്ളൂ. ആഴ്സനിക് ഒരു വിഷ എലമെന്റ് ആണ്, അത് 1 പൊടി പോലും 0 പാടുള്ളൂ, ഉണ്ടാകാൻ പാടില്ല. ഫ്ലൂറൈഡ് 1.5 മില്ലിഗ്രാമിൽ കൂടാൻ പാടില്ല. ക്ലോറൈഡ്, കോമൺ ക്ലോറൈഡ് ആണ്, സോഡിയം ക്ലോറൈഡ് 250 മില്ലിഗ്രാം പെർ ലിറ്ററിൽ കൂടാൻ പാടില്ല. ഇങ്ങനെ ഓരോന്നിനും. അമോണിയ 0.5 മില്ലിഗ്രാം പെർ ലിറ്ററിൽ കൂടാൻ പാടില്ല. നൈട്രേറ്റ് 45 മില്ലിഗ്രാം പെർ ലിറ്ററിൽ കൂടാൻ പാടില്ല. ഇങ്ങനെ ഓരോന്നിനും
പരിധി വെച്ച സ്കെയിലാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. പക്ഷേ ഈ രാസ ഘടകങ്ങളൊക്കെ തന്നെ നമ്മുടെ കിണറുകളിൽ ഇപ്പൊ അത്ര കൃത്യമായിട്ടൊന്നുമല്ല നിലകൊള്ളുന്നത്. നമ്മളൊരു 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. അപ്പം അതിന്റെ കാരണം നമ്മുടെ ജീവിത രീതി മാറി. ഒരുപാട് രാസവസ്തുക്കൾ നിത്യജീവിതത്തിന്റെ ഭാഗമായി. പണ്ടില്ലാതിരുന്ന സോപ്പ്, ഡിറ്റർജന്റ്, പെയിന്റ്, മറ്റ് ഫിനോയില്, മറ്റ് ക്ലീനിങ് ഏജൻസ്, ഇതൊന്നും പണ്ട് നമ്മളെ ഒരു 50 വർഷം മുമ്പത്തെ മലയാളി സമൂഹത്തിൽ ഇതൊന്നും അത്ര ഇല്ലായിരുന്നു. ഈ വേസ്റ്റ് ഒക്കെ വന്നു പെടുന്നത് നമ്മുടെ ഈ 5 സെന്റ് സ്ഥലത്താണ്. സംഭവിക്കുന്നത് നമ്മുടെ കിണർവെള്ളത്തിൽ ഈ സംഗതികളൊക്കെ അലിഞ്ഞിരിക്കും, വരാൻ സാധ്യതയുണ്ട്. വളം, ഒരുപാട് NPK രാസവളങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു, അത്യാവശ്യം കീടനാശിനികൾ നമ്മൾ പെരുമാറുന്നു, നിരുപദ്രവമായ കൊതുകുതിരികൾ മുതൽ പലതും നമ്മൾ ഉപയോഗിക്കുന്നു. ഇതിന്റെ ഒക്കെ വേസ്റ്റ് നമ്മുടെ ഈ പ്ലോട്ടിൽ തന്നെ കിടക്കുന്നു. ഫലം, വെള്ളത്തിലെ ഈ ഘടകങ്ങളൊക്കെ പലപ്പോഴും ഇതിന്റെ അനുവദനീയ പരിധിയിൽ അപ്പുറം കടക്കുന്നു. രാസമാലിന്യങ്ങൾ, അതായത് ചെറിയ അസുഖങ്ങളെക്കാൾ വലിയ അസുഖങ്ങൾ നമുക്ക് തരുന്നു. വെള്ളം നല്ലതാണെങ്കിൽ അത് ജീവജലം, വെള്ളം ക്വാളിറ്റി നഷ്ടപ്പെട്ടാൽ അത് മരണജലം. മലിനജലം എന്നുള്ളത് നമുക്ക് മരണജലം തന്നെ പറയാം. അത് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും. ഒരുപാട് വാട്ടർ ബോൺ ഡിസീസുകൾ ഉണ്ട്, ജലജന്യ രോഗങ്ങൾ. കോമൺ ജലജന്യ രോഗത്തിന്റെ പേരാ ജലദോഷം, ഏറ്റവും നല്ല സിമ്പിൾ ഒരു പേര്. അപ്പം ജലദോഷം തുടങ്ങി മഞ്ഞപ്പിത്തും വയറിളക്കവും കോളറയും എന്ന് വേണ്ട ഈ ഹെപ്പറ്റൈറ്റിസ് എ ആണ് മഞ്ഞപ്പിത്തം, എ മുതൽ ഇ വരെ ഉണ്ട്. പിന്നെ ജപ്പാൻ പനി, വേറെന്താ ഡെങ്കിപ്പനി, എലിപ്പനി, എന്തൊക്കെ എല്ലാം വെള്ളവുമായി നേരിട്ടോ മലിനജലത്തിൽ കൂടെ പടർന്നു വരുന്നതോ ആയ ജീവികൾ വഴിയോ ഒക്കെ ഉണ്ടാവുന്നതാണ്. ഏതാണ്ട് ഇതിനൊക്കെ തുല്യമാണ് നമ്മുടെ ഇപ്പോഴത്തെ കിണർ വെള്ളത്തിന്റെ ഒരു കഥ. അതായത് നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി പലപ്പോഴും നഷ്ടമാവുമെന്ന സത്യം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് കെമിക്കൽ എന്ന് പറയുന്ന സാധനമാണ്. ഇനി ഇതിൽ കുറേയും കൂടിയൊക്കെ ഉണ്ട്. പല ഹാനികരമായ പല സാധനങ്ങളും പ്രകൃതിയിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് വലിയ നിയമമൊന്നുമില്ല. നമ്മള് കിണറിന്റെ ഒരു നെറ്റ് ഇടും, നെറ്റൊക്കെ ആരാ മാറ്റുന്നത്? ഇനി മാറ്റാൻ നമുക്ക് സമയമുണ്ടോ? നമ്മുടെ വീട്ടിൽ നിന്ന്, അടുക്കളയിൽ നിന്നും കുളിമുറിയിൽ നിന്നും വേസ്റ്റ് പോകുന്ന പൈപ്പ് ഇടും. ആ പൈപ്പ് പൊട്ടിക്കിടക്കും. ആര് നോക്കുന്നു അത് പൊട്ടുന്നില്ല? ആര് നോക്കിയിട്ടുണ്ട്? ഫലം എന്താ വെച്ചാൽ അതെല്ലാം മിക്സ് ചെയ്ത് കിണറിലേക്ക് എത്തിച്ചേരുന്നത് കണ്ടുവരുന്നു. വിസർജ്യങ്ങളെ കളയുന്നു, അതേപടി എത്തുന്നു. ആലോചിച്ച് നോക്കണം അതിന്റെ ഒരു ദുരിതം. ഒറ്റ കാര്യം കൂടി ഉള്ളത്, ഫിസിക്കൽ കെമിക്കൽ അല്ലാതെ ബാക്ടീരിയോളജിക്കൽ അല്ലെങ്കിൽ മൈക്രോബയോളജിക്കൽ എന്ന മറ്റൊരു ഘടകം കൂടി വെള്ളത്തിനുണ്ട്. അതില് ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ, ഫംഗസ്, ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാക്ടീരിയ. ജലത്തിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ സൂക്ഷ്മാണുവാണ് ബാക്ടീരിയ. നമ്മുടെ ശരീരത്തിലുണ്ട്, ശരീരത്തിൽ വേണം. കോളിഫോം ബാക്ടീരിയ ശരീരത്തിൽ വേണം. നമ്മുടെ കുടലിലുള്ള കോളമാകൃതിയിലുള്ള ബാക്ടീരിയയാണ് കോളിഫോം ബാക്ടീരിയ എന്നൊക്കെ പറയാം. അതൊക്കെ വേണം. കുടലിൽ കാണപ്പെടുന്ന ബാക്ടീരിയ കിണറിൽ കാണാൻ പാടില്ല. കണ്ടാൽ അതിനർത്ഥം കുടലിൽ കാണപ്പെടുന്ന എന്തോ കിണറിൽ എത്തുന്നു, ഇവിടെ വരുന്ന എന്തൊക്കെയോ കിണറിൽ എത്തുന്നു. അതുകൊണ്ടാണ് നമുക്ക് കേരളത്തിലെ കിണർ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയ സാന്നിധ്യം കൂടുതൽ. പൊതുവെ നമ്മൾ കേൾക്കുന്നതിന്റെ അർത്ഥം 100% അങ്ങനെ എത്തുന്നു എന്നൊന്നല്ല ഞാൻ പറഞ്ഞത്. there is a chance, അതിനൊക്കെ ഒരു സാധ്യതയുണ്ട് എന്നർത്ഥം. അപ്പോൾ പുരാണത്തിൽ, നമ്മുടെ വേദ പാരമ്പര്യത്തിൽ, നമ്മുടെ താന്ത്രിക വൈദിക പാരമ്പര്യത്തിലൊക്കെ ഏറ്റവും പവിത്രമായി, ഗംഗയ്ക്ക് തുല്യമായി ഏത് വെള്ളവും എടുത്ത് മന്ത്ര പുരസ്സരം നമ്മളൊന്ന് തീരുമാനിച്ചാൽ അത് ഗംഗാജലമായി മാറി, ഗംഗാതീർത്ഥമായി മാറി എന്ന് കരുതിയിരുന്ന നമ്മൾ ഇപ്പൊ നമുക്ക് സംഭവിക്കുന്നത്, നമുക്ക് കിട്ടുന്ന വെള്ളം പലപ്പോഴായി ഇത്തരം പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അതിനെ എങ്ങനെയൊക്കെ ഒഴിവാക്കാം, എങ്ങനെയൊക്കെ പരിഹരിക്കാം? നിങ്ങളുടെ കിണറിന്റെ ഉടമസ്ഥൻ നിങ്ങൾ തന്നെയാണ്, മറ്റൊരാളുമല്ല. എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ കിണർ വെള്ളത്തിൽ ഉണ്ടാവുക എന്ന് നോക്കി അതിനെ പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം മറ്റൊരാളിലുമല്ല, നമ്മളിലാണ്. എന്തൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ ചെയ്യാം എന്ന് ആലോചിക്കാൻ കൂടി വേണ്ടി ഈ ലോക ജലദിനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില ചർച്ചകളൊക്കെ തുടങ്ങി വെക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കുകയാണ്. അതായത് പല ഘടകങ്ങളും നമുക്ക് ചർച്ച ചെയ്യാറുണ്ട്. പിന്നെ ഗുണനിലവാര പ്രശ്നം എന്താണ്, വാട്ടറിന്റെ ഈ തന്മാത്രയുടെ പ്രത്യേകത എന്തൊക്കെയാണ്, അതിന്റെ ബോണ്ടിങ്ങിന്റെ സ്റ്റൈൽ എന്താണ് ഡിസോൾവ്ഡ് ഓക്സിജൻ, എന്താണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, എന്താണ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, എന്തൊക്കെ അത് നിലനിർത്താനുള്ള കാര്യങ്ങൾ എന്താണ്, ഒക്കെ ഉണ്ട്. അതൊക്കെ കുറേയും കൂടി സങ്കീർണമായതും 1 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റാത്തതുമായതും ഇടുകയാണ്. അതുപോലെ ഇന്ററാക്ഷനിലൊക്കെ വേണമെങ്കിൽ സംസാരിക്കാം. ഞാനൊന്ന് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം,
വേൾഡ് വാട്ടർ ഡേ എന്നൊരു ഏർപ്പാട്, ലോക ജലദിനം. അപ്പൊ നാളെയാണ് നമ്മളുടെ മാർച്ച് 22 വേൾഡ് വാട്ടർ ഡേ. 1993 ഈ വേൾഡ് വാട്ടർ ഡേ തുടങ്ങി വെച്ചത്. ഈ വാട്ടർ ഡേ തുടങ്ങാനുള്ള കാരണം ലോക രാജ്യങ്ങളിൽ പലയിടത്തും ജീവൻ നിലനിർത്താൻ ആവശ്യമായ വെള്ളം വേണ്ടത്ര കിട്ടുന്നില്ല. ഇനി കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ഉള്ളത് നല്ല വെള്ളമല്ല. അപ്പൊ ആ ഒരു പ്രശ്നം ഒഴിവായി കിട്ടണം. അപ്പൊ ആഫ്രിക്കൻ രാജ്യങ്ങൾ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ പലയിടത്തും നല്ല വെള്ളം 24/7 കിട്ടുന്നില്ല. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, രാജ്യങ്ങൾ തമ്മിൽ അടികൂടിയാ പോരാ, ഇത്തരം കാര്യത്തിൽ മനുഷ്യന്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ വായുവും വെള്ളവും ലഭ്യമാക്കണം എന്ന തത്വത്തിന് വേണ്ടിയിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന ഈ സംഗതി തുടങ്ങിയത്. അപ്പൊ ആദ്യത്തെ വേൾഡ് വാട്ടർ ഡേയുടെ ഒരു തീം എന്തായെന്ന് വെച്ചാൽ കെയറിങ് ഫോർ അവർ വാട്ടർ എന്നാണ്. അതായത് നമ്മുടെ ജലത്തിന് വേണ്ടി നമ്മളാൽ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് നമ്മളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് നമ്മളുടെ വാട്ടർ റിസോഴ്സസ് സംരക്ഷിക്കുക എന്നാണ് ആദ്യ വാട്ടർ ഡേയുടെ തീം. പിന്നെയുള്ള 3-4 തീമും കൂടി നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരണം. 2018 നാച്ചുർ ഫോർ വാട്ടർ, ജലം പ്രകൃതിക്ക് വേണ്ടി, ഓർ വൈസ് വേഴ്സ, ജലം പ്രകൃതിക്ക് വേണ്ടി, പ്രകൃതി ജലത്തിന് വേണ്ടി. അപ്പം പ്രകൃതി വിരുദ്ധമായ സകല ഏർപ്പാടും നിർത്തണം എന്നാണ് അതിന്റെ ഒക്കെ ഒരു വ്യാഖ്യാനം. 2019 ലീവിങ് നോ വൺ ബിഹൈൻഡ്, ഒരാളെയും പിന്നിലാക്കിക്കൂടാ. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും തത്തുല്യമായി ജീവിക്കാൻ എന്താ പറയാ അധികാരമുള്ളവരാണ്. അവരെ അതിനെ അനുവദിക്കണം. ലീവിങ് നോ വൺ ബിഹൈൻഡ് വെള്ളവുമായി ബന്ധപ്പെട്ട ഒരു സ്ലോഗനാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക. 2020 വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, ജലത്തിന്റെ ആ ഒരു പരിലാളനമാണ് യഥാർത്ഥത്തിൽ ഭൂമിയിൽ ചൂട് കൂടുന്നു. ഇപ്പൊ നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പലതും അങ്ങനെയാണ്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് വെള്ളത്തിന്റെ സംരക്ഷണത്തിലും കാര്യത്തിലൊക്കെ എന്ത് ചെയ്യാം എന്നാണ് ആ വർഷം അവരുടെ ആലോചന. 2021 വാല്യൂയിങ് വാട്ടർ, വെള്ളത്തെ മൂല്യവത്താക്കുക. ആലോചിച്ച് നോക്കണം, ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൽ പണ്ടേ പറഞ്ഞതാ, വെള്ളത്തെ വാല്യൂയിങ് വാട്ടർ. 2022 ഗ്രൗണ്ട് വാട്ടർ, മേക്കിംഗ് ദ ഇൻവിസിബിൾ വിസിബിൾ. എന്താ പറയാ, കാണാത്ത എന്താ പറയാ ഭൂഗർഭ ജലത്തെ കാണുന്നതാക്കി മാറ്റുക. അതായത് ഒരു സമൂഹത്തിന്, വെള്ളമില്ലാത്തൊരു സമൂഹത്തിന് അവരുടെ അടിയിൽ വെള്ളമുണ്ട്. അവരുടെ ആ ഭൂമിയുടെ അടിയിൽ ഒരുപക്ഷെ 100 അടിയോ 200 അടിയോ 500 അടിയോ താഴെ, 300 മീറ്ററോ 400 മീറ്ററോ താഴെ വെള്ളമുണ്ട്. അതിന് കാണിച്ചു കൊടുക്കുക, വെള്ളം അവർക്ക് ലഭ്യമാക്കി കൊടുക്കുക. 2023 ആക്സിലറേറ്റിംഗ് ചേഞ്ച്, മാറ്റത്തെ ത്വരിതപ്പെടുത്തുക. എന്ത് മാറ്റത്തെ? മനുഷ്യന്റെ അടിസ്ഥാന ജീവിതാവശ്യങ്ങൾ നടത്തി അവന്റെ ജീവൻ മുന്നോട്ട് നീക്കാനുള്ള മാറ്റത്തെ ത്വരിതപ്പെടുത്തുക. 2024 വാട്ടർ ഫോർ പീസ്. ഇപ്പൊ നാളെ ആഘോഷിക്കാൻ പോകുന്ന വേൾഡ് വാട്ടർ ഡേയുടെ മുദ്രാവാക്യം അതാണ്, വെള്ളം സമാധാനത്തിന്. എന്ത് സമാധാനത്തിന്? സമാധാനം എന്ന് വെച്ചാൽ നമുക്കറിയാം, വെള്ളത്തിന് വേണ്ടിയാണ് ഇനി ഈ ലോകത്തെ യുദ്ധം എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതൊന്നുമല്ല, മനുഷ്യരാശിയുടെ ജീവിതം നിലനിർത്താൻ, നല്ല ജീവിതം ഉണ്ടാക്കാൻ, നല്ല ലൈവ്ലിഹുഡ് നിലനിർത്താൻ വെള്ളത്തിന്റെ പ്രാധാന്യമാണ് വാട്ടർ ഫോർ പീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നിത്യജീവിതത്തിന്റെ സമാധാനത്തിന് നല്ല വെള്ളം ഉണ്ടാക്കി, നല്ല വെള്ളം ഷെയർ ചെയ്ത്, നല്ല വെള്ളത്തിൽ കൂടെ ജലസംസ്കാരം ഉണ്ടാക്കി ഒക്കെ മുന്നോട്ട് നീക്കാനാണ് ഉദ്ദേശം. ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക. നേരത്തെ പറഞ്ഞു, അതിന്റെ വെള്ളത്തിന്റെ പുരാണം കാര്യമായിട്ട് ടച്ച് ചെയ്തിട്ടില്ല, ക്ഷമിക്കുക. വെള്ളത്തിന്റെ ശാസ്ത്രത്തിന്റെ ഏറ്റവും സൂപ്പർഫിഷ്യലായ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. 10 മിനിറ്റ് നമുക്ക് സമയമുണ്ട്. മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഇതിന്റെ ഒരു കൃത്യമായ ഒരു ടെക്നിക്കൽ സെഷൻ ഞാൻ 1-2 പവർ പോയിന്റ് ഒക്കെ കരുതിയിരുന്നു, ഇതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യാനൊക്കെ ഉള്ളത്. പക്ഷെ ആ യന്ത്രങ്ങളൊക്കെ വിട്ടുപോയി. അങ്ങനെയാണെങ്കിൽ ചില പ്രസന്റേഷൻ ഒക്കെ അതിൽ വെക്കാമായിരുന്നു. കുട്ടികളൊക്കെ ഉള്ളപ്പോൾ നമുക്കൊരിക്കൽ പിന്നീട് നടത്താം. ഇത്തക്കാരോട് സൂചിപ്പിക്കുന്നത്, ഇപ്പം കേരളത്തിലെ നല്ല പബ്ലിക് ഹെൽത്ത് സെന്ററുകൾ, ആരോഗ്യ കേന്ദ്രങ്ങളിൽ നല്ല ആരോഗ്യമുള്ള വെള്ളമേ കിട്ടാവൂ. ഒരു പഠനം സൂചിപ്പിക്കുന്നത് തെർമോമീറ്ററുകളും മറ്റ് വേസ്റ്റ് മരുന്നുകളും ഒക്കെ അത്ര കൃത്യമല്ലാതെ ഒഴുക്കി വിടുന്നത് കൊണ്ട് പല രാസമാലിന്യങ്ങൾ ചേർന്നതാണത്രേ ഈ ഹെൽത്ത് സെന്ററുകളിലൊക്കെ വെള്ളം. ഒരു പഠനമാണ്. ആലോചിച്ച് നോക്കണം, നമ്മുടെ ഒരു ദുരിതം. കണ്ണാടിയുടെ പിന്നിൽ മെർക്കുറി ഉണ്ട്, തെർമോമീറ്ററിൽ മെർക്കുറി ഉണ്ട്, മെർക്കുറി ലാമ്പിൽ മെർക്കുറി ഉണ്ട്. പലതും നമുക്ക് തോന്നിയ പോലെയൊക്കെ അവിടെയൊക്കെ കിടത്തുന്നു. ഇങ്ങനെയൊക്കെയാണോ ഈ പ്രകൃതിയെ, ഈ ഭൂമിയെ നമ്മൾ കാണേണ്ടത്, വന്ദിക്കേണ്ടത് എന്ന് മാത്രം ആലോചിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, ചെറിയ കാര്യങ്ങളെ സംസാരിക്കാൻ പറ്റിയിട്ടുള്ളൂ, അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് എല്ലാവർക്കും
നന്ദി, നമസ്കാരം. ചർച്ച വേണമെങ്കിൽ നമുക്ക് 10 മിനിറ്റ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം. നമ്മൾ ഇന്നത്തെ സെഷൻ ഇതൊരു തുടക്കം മാത്രമാണ്. ഇന്ന് വേൾഡ് ഫോറസ്റ്റ് ഡേ കൂടിയാണ്, മാർച്ച് 21. അപ്പോൾ നമ്മൾ ഈ തരത്തിലുള്ള വെബിനാറുകൾ, പ്രത്യേകിച്ച് പഞ്ചഭൂതങ്ങളിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്നതും നമുക്ക് പൂജയ്ക്കൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള ജലം, ഈ ജലത്തെക്കുറിച്ചുള്ള ഒരു പഠനം നമ്മൾ തുടർച്ചയായിട്ട് അതിൻ്റെ ശാസ്ത്രവും പുരാണവും എന്ന രീതിയിൽ തന്നെ ഒരുപാട് സെഷൻ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുവാൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അടുത്ത ദിവസം നമ്മൾ ഈ ഫോറസ്റ്റ് ഡേ ഇന്നാണെങ്കിൽ പോലും നമ്മൾ അടുത്ത ദിവസം ഈ വനവൽക്കരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വെബിനാർ കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ന് കുട്ടികൾക്ക് പരീക്ഷയ്ക്കുള്ള സമയമായതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഇതിനു വേണ്ടി ഒരു എഫേർട്ടിന് തുനിയാതിരുന്നത്. സൂചിപ്പിച്ചു വരുന്നത്, നമുക്ക് ഈ ജലത്തെക്കുറിച്ചുള്ള പുരാണവും ശാസ്ത്രവും ഒരുപാട് സെഷനുകളിലൂടെ നമ്മുടെ സ്വയം ബോധവൽക്കരിക്കുവാൻ വേണ്ട ശ്രമം നമ്മൾ നടത്തുന്നതായിരിക്കും. അതിന് എല്ലാവരുടെയും പിന്തുണയുണ്ടാകണം. അവിടെ 2 വാക്ക് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് എൻ്റെയും വിനോദേട്ടൻ്റെയും ഒക്കെ നമ്പൂതിരി സാറായിട്ടുള്ള മോനേട്ടൻ, പൂജാപഠനം 2ാം ബാച്ചിലെ പഠിതാവ് കൂടിയാണ്. മോനേട്ടൻ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുകയാണ്. മോനേട്ട ഒറ്റ സെക്കൻഡ്, മോനേട്ട ഒറ്റ സെക്കൻഡ് ഞാൻ ആഡ് ചെയ്തോട്ടെ. നമ്മള് നമ്മള് നിത്യ ജീവിതത്തിൽ ഇതിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന പലതും വാട്ടർ ക്വാളിറ്റിയായി വളരെ പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണം, ലോഹപാത്രങ്ങളിൽ വെച്ചിരിക്കുന്ന വെള്ളത്തിന്റെ അണുബാധ ഇല്ലാതെയാവും. ഇതുമായി ബന്ധപ്പെട്ട് CWRDMലൊക്കെ ധാരാളം പഠനം, CWRDM മാത്രമല്ല നീറിയിലും നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠനങ്ങൾ നടത്തുന്നുണ്ട്. അതായത് വെള്ളി, ചെമ്പ്, ഓട് പാത്രങ്ങളിൽ വെള്ളം സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ അണുബാധ ഉണ്ടാവില്ല. നമ്മുടെ ആരാധനാലയങ്ങളിൽ പണ്ട് മുതലേ അതാണല്ലോ രീതി. നമ്മുടെ കിണ്ടികൾ മണ്ണുകൊണ്ടല്ലല്ലോ. അപ്പം പലതും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വെള്ളത്തിനകത്ത് നെല്ലിപ്പലകേട്, വെള്ളത്തിൽ നമ്മൾ തീർത്ഥമാവാൻ ഉപയോഗിക്കുന്ന തുളസി മുതലായ പലതും വെള്ളത്തിന്റെ ക്വാളിറ്റിക്ക് വലിയ ഗുണമാണ്, വലിയ രീതിയിൽ ക്വാളിറ്റി മെച്ചപ്പെടുത്തുക ചെയ്യുന്നതെന്ന് ശാസ്ത്രവും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്, നീറിയിലൊക്കെ ഉണ്ട്. ആ പഠനങ്ങൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. മോനേട്ടാ സോറി. നമസ്കാരം, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. വിനോദ്, ഞങ്ങൾ രണ്ടും കോഴിക്കോട് കുറേ കാലം ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ടീച്ചിങ് ഫീൽഡിൽ കുറച്ചു കാലം ഉണ്ടായ സമയത്തും വിനോദിന്റെ ഹെൽപ്പ് കുറെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ എനിക്ക് തോന്നുന്നത്, അതായത് ഈ വെള്ളം മനുഷ്യൻ അശ്രദ്ധമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്, എനിക്ക് തോന്നുന്നു അശ്രദ്ധമായിട്ട് എപ്പോ ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ, ഏത് പുസ്തകത്തിലാണോ വെള്ളം സംരക്ഷിക്കാൻ വേണ്ടി ഒരു വരി എഴുതുന്നത്, അതാണ് അലക്ഷ്യമായിട്ട് ആരോ ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ലക്ഷണം. ഈ അടുത്ത് ഇങ്ങനെ ഞാൻ മഹാഭാരതത്തിന്റെ മലയാളം തർജ്ജമ വായിക്കായിരുന്നു. അപ്പോ അതിലെ അനുശാസന പർവ്വത്തില് ഒരു 3 ഖണ്ഡികകള് ഈ തടാകത്തിനും വെള്ളത്തിനും വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോ വിനോദ് നേരത്തെ പറഞ്ഞ പോലെ ജീവന്റെ ഉത്ഭവം അവിടെ ആയതുകൊണ്ട് ഏറ്റവും പുണ്യമായ പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ ദാഹിച്ചാക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കലാണ്. ആ വെള്ളം ബാക്കി വെക്കുക, കിണറും തടാകവും ഉണ്ടാക്കുക എന്നാണ് മഹാഭാരതത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്ക് തോന്നിയത്, അത് അങ്ങനെ ഒരു കഥയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ചു പ്രവർത്തിക്കുന്ന ഒരു ജനത അപ്പൊ തന്നെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് നമ്മളുടെ പൂർവികർ. അതുകൊണ്ടായിരിക്കണം കഥയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അത് നിങ്ങൾക്ക് അശ്വമേധ യാഗത്തിന് തുല്യമാണ് നിങ്ങൾ ഒരു വേനൽക്കാലത്ത് പറ്റാത്ത കിണർ കുളം ഉണ്ടാക്കുന്നതെന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുളം മൂടാൻ അപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ. അപ്പോ അതാണ് ഒരു വിഷയം. ഇനി ഇതിന്റെ കമേഴ്ഷ്യൽ സൈഡിലേക്ക് വരാം. വിനോദ് പറഞ്ഞ ഈ ക്വാളിറ്റിയെ മുതലെടുക്കുന്ന ഒരാൾ നമ്മളുടെ ചുറ്റുമുണ്ട്. അതാരാന്ന് വെച്ചാൽ ഈ റിവേഴ്സ് ഓസ്മോസിസ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ. അവര് ആവശ്യത്തിനും അനാവശ്യത്തിനും 20,000 രൂപയിലും മേലോട്ട് വരുന്ന RO പ്ലാന്റുകളാണ് ചോദിക്കുന്നത്. എന്നിട്ട് സാധാരണ നമ്മൾക്ക് വെറും അരിപ്പ വഴി പോകുന്ന ചെറു തരികൾ ഇതിന്റെ പ്രീ ഫിൽറ്ററിൽ കുടുങ്ങിയിട്ട് ഈ സാധനത്തിന് 6 മാസവും 3 മാസം കൂടുമ്പോൾ ഫിൽറ്റർ മാറ്റി വെക്കുക, പണം കഴുകുക. പിന്നെ ഇതിൽ പറയുന്ന പല സാധനങ്ങളും വെള്ളം വഴി മാത്രം നമുക്ക് കിട്ടുന്ന കെമിക്കൽസ് ഉണ്ട്. ഈ കെമിക്കൽസ് മുഴുവൻ ഈ പ്ലാന്റ് വഴി പുറത്തേക്ക് കളയുക. 30% വെള്ളമാണ് കുടിക്കാൻ കിട്ടുക, 70% വെള്ളം പുറത്തേക്ക് പോകും. ഈ 30% വെള്ളം കുടിച്ചാൽ അസുഖം ഉറപ്പ്, പ്രത്യേകിച്ച് വെജിറ്റേറിയൻസിന്. ഇതിൽ പല സാധനം വേറെ എവിടുന്ന് കിട്ടില്ല.
ഈ സാധനമാണ് നമ്മൾ വാങ്ങി വെക്കുന്നത്. സത്യത്തില് ഈ ആ പ്ലാന്റ് ആവശ്യമുണ്ടോ എന്ന് ആദ്യം, ഇപ്പൊ നമ്മൾ അസുഖം വന്നാൽ ആദ്യം ആശുപത്രിയിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നത് പോലെ ഈ ആറോ പ്ലാന്റ് വാങ്ങുന്നതിന് മുമ്പ് സത്യത്തിൽ ആ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. എന്നിട്ട് അതിന് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അത് വാങ്ങി വെക്കാവൂ. അപ്പോൾ ഇത് ഒരു കമേഴ്ഷ്യൽ ഫീൽഡ് കൂടിയായി. അതായത് ഈ കിണറുകൾ മലിനമായതോടെ പിന്നെ സ്വാഭാവികമായിട്ടും ആൾക്കാർ പേടിച്ചു തുടങ്ങും. അത് മുതലെടുക്കാൻ തീർച്ചയായിട്ടും അപ്പുറത്ത് വേറൊരു ആൾക്കാർ വന്നു. അപ്പൊ ഇങ്ങനെ ഒരു വശവും കൂടി ഇതിനകത്തുണ്ട്. അപ്പൊ ഇത് ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. കാരണം ഒഴിവാക്കാൻ പറ്റാനോ ആൾട്ടർനേറ്റീവ് ഇല്ലാത്തൊരു സാധനം ആയതുകൊണ്ട് നമുക്ക് വേറെ വഴിയില്ല. അപ്പൊ ഇത് ശരിക്കും വളരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓരോ ഈ വലിയ ടോപ്പിക്കിനെ ഓരോ ചെറു ടോപ്പിക് ആക്കിയിട്ട് ഓരോ ചാപ്റ്റർ ആക്കി തിരിച്ചിട്ട് ഓരോ ചാപ്റ്ററിനും ഓരോ ക്ലാസ് എടുക്കുക. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ കോംപ്ലക്സ് സിറ്റുവേഷൻ മനസ്സിലാവുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവുക. പിന്നെ എനിക്ക് തോന്നുന്നു ഈ കിണറും ഈ സെപ്റ്റിക് ടാങ്കോ, ഇത് സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിലും ഈ ശൗചാദികൾ ചെയ്യുന്നതായിട്ടുള്ള ദൂരത്തിനെ പറ്റിയിട്ട് തച്ചുശാസ്ത്രത്തിലും വീടിന്റെ സ്ഥാനം കാണുന്ന സ്ഥലത്തോ എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്. 15 കോല് ദൂരം ഈ യൂറിനൽ അതിനും 30 കോല് ദൂരം, അതായത് 21 മീറ്റർ 70 സെന്റിമീറ്റർ കൂട്ടുകയാണെങ്കിൽ ആക്ച്വലി നമ്മളെ ബിൽഡിംഗ് റൂളിനെക്കാളും സ്ട്രിഞ്ചന്റ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത് ആ കാലത്ത് തന്നെ അവർ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഓരോ ടോപ്പിക്കായിട്ട് എനിക്ക് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് ചെറിയ ടോപ്പിക്കായിട്ട് ഇത് ആൾക്കാർ അറിയേണ്ടതാണ്. ശരിക്കും നമ്മൾ നിത്യം കാണുന്ന ഇനി ചെറിയൊരു തമാശ കൂടി പറയാം. ഈ വെള്ളം മലിനമായി എന്ന് പറയുന്നു, ആ മലിനമായത് എത്രയാണെന്ന് ആലോചിച്ചാൽ അന്തം വിടും. അതായത് 1 ലിറ്റർ വെള്ളത്തിന് 1 കിലോഗ്രാം 1000 ഗ്രാം വെയിറ്റ് ഉണ്ട്. അതില് ഏകദേശം 2-3 ഗ്രാമാണ്, 5 ഗ്രാമിൽ താഴെയാണ് എല്ലാ പൊല്യൂട്ടന്റും കൂടിയാൽ അതിനകത്ത് ഉണ്ടാകുന്നത്. ഈ 5 ഗ്രാം 1000 ഗ്രാമിൽ പെട്ടതിനെയാണ് നമ്മൾ മലിനജലം എന്ന് പറഞ്ഞിട്ട് ഓടയിൽ ഒഴുക്കി കളയുന്നത്. അതിൽ പകുതിയും നമ്മൾ കടയിൽ നിന്ന് വില കൊടുത്ത് മേടിക്കുന്ന നൈട്രേറ്റ് പോലുള്ള വളമാണ് തന്നെ. അപ്പൊ ആക്ച്വലി റീയൂസബിൾ റീസൈക്കിളബിൾ പ്രോഡക്ട്സ് അടങ്ങിയിരിക്കുന്ന ശുദ്ധജലത്തിനെയാണ് നമ്മൾ വെള്ളം എന്ന് പറഞ്ഞു കളയും. ഞാൻ എന്റെ ഇല്ലത്ത് നോക്കിയപ്പോ അടുക്കളയിൽ പാത്രം കഴുകുന്ന ഒറ്റ സിങ്ക്, അതിന്റെ പുറത്ത് ഒരു ബക്കറ്റ് വെച്ചിട്ട് അതിന്റെ ആ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടു, അതിനകത്തേക്ക് കളക്ട് ചെയ്തു. നോക്കുമ്പോൾ ഒരു ദിവസം ഏതാണ്ട് 150 ലിറ്റർ വെള്ളമുണ്ട് അതിനകത്ത്. ഒരു 10 വാഴയ്ക്ക് വെക്കാൻ അത്രയും മതി. അപ്പൊ നമ്മൾ അത്രയും കെയർലെസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത് റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക, ആ മേഖല. അപ്പൊ ഇങ്ങനെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ശ്രീരാമട്ടം വിചാരിച്ച ഇത് നന്നായിട്ടൊരു സീരീസ് ഇതിനകത്ത് പ്രസന്റ് ചെയ്യാൻ പറ്റും. അത് കുട്ടികളുടെ പരീക്ഷയും കൂടി കഴിഞ്ഞിട്ടാകുമ്പോ പിന്നെ എനിക്ക് തോന്നുന്നു ശരിക്കും ഞാനിത് ഞങ്ങളുടെ ഓഫീസിലൊക്കെ പറയുമായിരുന്നു. അതായത് ഈ പറഞ്ഞ പോലെ ഒരു പവർ പോയിന്റ് സീരീസ് ഉണ്ടാക്കിയിട്ട് സ്കൂളുകളിൽ കാണിക്കുക കുട്ടികളെ, അവര് എഡ്യൂക്കേറ്റഡ് ആവണം. ഓക്കെ, ഏതായാലും നല്ലൊരു അറ്റംപ്റ്റ് ആണ്, വളരെ നന്നായിരുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും വളരെ നല്ല പ്രസന്റേഷൻ. പിന്നെ വൃക്ഷപരിപാലനവും ജലപരിപാലനവും നമ്മളെ ഈ കൂട്ടായ്മ ഏറ്റെടുക്കുന്നുണ്ട്. തുടർച്ചയായിട്ട് തന്നെ നമ്മുടെ പുരാണത്തിൽ നിന്ന് തത്വങ്ങൾ ഉൾക്കൊണ്ടും ശാസ്ത്രത്തിൽ നിന്ന് നേരുകൾ ഉൾക്കൊണ്ടും അത് നമ്മൾ സ്വയം ബോധ്യമാകാം, നമ്മളും കൂടി പഠിക്കുക. നമ്മളതിൻ്റെ ഉപഭോക്താക്കളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പഠിക്കാനും നമ്മൾ മറ്റുള്ളവർക്ക് അറിവ് നൽകുവാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം വരും ദിവസങ്ങൾ, വരും മാസങ്ങളിൽ ഉണ്ടാകും. അതിനുള്ള പിന്തുണ ഉണ്ടാകണം. എന്തെങ്കിലും ഒരു 2 വാക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ചോദിക്കാം. നമ്മൾ എന്തായാലും ഈ സെഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ആയിക്കോട്ടെ, നമുക്ക് ഇന്ന് സമയം അതിക്രമിച്ചത് കൊണ്ട് നമുക്ക് അടുത്ത സെഷനിലേക്ക് വീണ്ടും ഇത് തുടരാം. ഇന്ന് നന്ദി ഭാഷണത്തിനായി അഖില കേരള തന്ത്ര സമാജം ഉത്തരമേഖലാ കമ്മിറ്റി അംഗം കക്കാട് പത്മനാഭ പട്ടേരി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. നന്ദി പറയുന്നതിന് ഒറ്റ വാക്കുകൂടി. വെള്ളം മലിനമായത് കൊണ്ട് ഇപ്പം ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് കുടിക്കാനുള്ള വെള്ളം ഈ പറയുന്ന റീസൈക്ലിങ്ങും മറ്റു കാര്യങ്ങളൊന്നും അധികം നോക്കാതെ കുടിക്കാനുള്ള വെള്ളം ഞങ്ങൾ തരാം. അതിന് ജലജീവൻ മിഷൻ എന്നാ അതിന് പേര്. എല്ലാ വീട്ടിലും കുടിവെള്ളം ഞങ്ങൾ സപ്ലൈ ചെയ്യും. അതായത് വാട്ടർ അതോറിറ്റിയാണ് കേരളത്തിൽ, എല്ലായിടത്തും പല രീതികൾ. അത് ഫങ്ഷണൽ ഹൗസ് ഹോൾഡ് ടാപ്പുകൾ വഴി 24 മണിക്കൂറും തരുമെന്നും നിങ്ങളുടെ വെള്ളം നിങ്ങൾ കുടിക്കാൻ എടുക്കരുതെന്നുമാണ് ഇപ്പം ജനം അല്ലെങ്കിൽ ഗവൺമെന്റ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും കൂടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അല്ല, അതിന് വെള്ളം ഇവിടെ ഉണ്ടോ?
അതൊക്കെ പിന്നെ നമുക്ക് അത് ശരിയാണ് അങ്ങ് പറഞ്ഞത്. ഉള്ള വെള്ളം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ പറ്റുള്ളൂ. അതൊക്കെ ശരിയാണ്. ഓക്കെ, നന്ദി ഭാഷണത്തിനായി കക്കാട്ട് പട്ടേരി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പത്മനാഭൻ, നീലേശ്വരം കക്കാട്ടില്ലം. നാളെ ലോക ജലദിനമാണ്, മാർച്ച് 22. അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെ നമ്മുടെ തന്ത്രി സമാജം ഉത്തരമേഖലാ ഘടകം അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ വളരെ ഭംഗിയായി നമ്മുടെ ജലവും തന്ത്രശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വെബിനാർ നടത്തി. പ്രത്യേകിച്ച് നമ്മൾ നമ്പൂരിയാർക്ക് പറയുകയാണെങ്കിൽ, ആദ്യം കുളിക്കാൻ ശുദ്ധത്തിന് വെള്ളം വേണം, അത് കഴിഞ്ഞ് തർപ്പണത്തിന് വെള്ളം വേണം, ആചമിക്കാൻ വേണം, ഊക്കഴിക്കാൻ വേണം, കുടുക്കുനീരിന് വേണം, ഇങ്ങനെ കാല് കഴിക്കാൻ വേണം. ഇങ്ങനെ ഇത് കൂടാതെ നമുക്ക് ശംഖില് ഗംഗ വരുണനൊക്കെ ആവാഹിച്ച ശേഷമാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ജലത്തിൽ കൂടെയാണ് നമ്മുടെ തന്ത്രശാസ്ത്രത്തിൽ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശ്രീ വിനോദ് അദ്ദേഹം പറഞ്ഞത് തന്നെ, ജീവന്റെ ഉദ്ഭവവും വെള്ളത്തിൽ കൂടിയാണ്, അതിന്റെ സകല പ്രവർത്തനങ്ങളും വെള്ളത്തിൽ കൂടിയാണ്. ആ വെള്ളത്തിന്റെ പ്രാധാന്യം അത്രത്തോളം ഉണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് നമുക്ക് ഇനിയും ഒരുപാട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഓൺലൈനേക്കാളും എനിക്ക് തോന്നുന്നു നല്ലത് ഓഫ്ലൈൻ ആണെന്ന് തോന്നുന്നു. അതുകൂടാതെ വേറൊരു അഭിപ്രായമുള്ള, ഞാൻ ഒരു അധ്യാപകനാണ്, എല്ലാ സ്കൂളുകളിലും ഇതുപോലെ വെള്ളത്തെ കുറിച്ചിട്ട് പ്രാധാന്യം അറിയണം. ഇന്നിപ്പോ നമ്മൾ നാട്ടിൽ പലതും കേൾക്കുന്നത്, വീട്ടില് പല വീടുകളിലും കുറച്ചു പേര് കയറി ഇറങ്ങുന്നു, കുറച്ച് വെള്ളം എടുക്കുന്നു, എന്നിട്ട് അത് ഇത്ര മലിനമാണെന്ന് പറയുന്നു, ഉടനെ തന്നെ അവരുടെ പ്യൂരിഫയർ വെക്കാൻ ഓർഡർ ചെയ്യുന്നു. അത് ഒരു വശത്ത്. മറുവശത്ത് ഇപ്പൊ വേനൽക്കാലമാണ്, വെള്ളത്തിന്റെ അളവ് കുറയും, ഉടനെ വിളിക്കും, കുഴൽക്കിണറുകാർ വരും, ഉടനെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു ചെറിയ ഒരു പരിധിയിൽ തന്നെ ഒരുപാട് കുഴൽക്കിണറുകളൊക്കെ വരുന്നു. ഇങ്ങനെയൊക്കെയാണ് വെള്ളം നമ്മൾ മോശമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ കൾവർട്ടുകളിലും പാലങ്ങളിലൊക്കെ ആണെങ്കിൽ തന്നെ ഈ ഹോട്ടലിൽ നിന്നുള്ള വേസ്റ്റ് ഒക്കെ ഓട്ടോറിക്ഷക്കാർ രാത്രി കൊണ്ടുവന്ന് ഈ ഇറച്ചി വേസ്റ്റും ഒക്കെ വെള്ളത്തിൽ പ്ലാസ്റ്റിക് കവറോട് കൂടിയിട്ട് അങ്ങനെ വെള്ളം മലിനമാക്കുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ സമൂഹത്തിൽ കാണുന്നത്. അങ്ങനെ ഈ സാമൂഹ്യപരമായിട്ടും നമ്മൾ എങ്ങനെ വെള്ളം സംരക്ഷിക്കണം എന്നുള്ള പ്രാധാന്യത്തെ കുറിച്ച് വളരെ നന്നായിട്ട് ശ്രീമങ്ങത്തായ ആളുകൾ ഇവിടെ പറഞ്ഞു. അതുകൂടാതെ മോഹനേട്ടനും പറഞ്ഞു. എന്തു തന്നെയായാലും ഇനിയും ഈ പരിപാടി തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്ക് വേണ്ടി വെബിനാർ അവതരിപ്പിച്ച വിനോദ് മങ്ങത്തായ അവർക്കും, നമുക്ക് വേണ്ടി വെള്ളത്തെ പ്രാധാന്യത്തെ കുറിച്ച് ഒന്നുകൂടെ വിശദമാക്കിയ ശ്രീ മോഹനൻ നമ്പൂതിരി അവർക്കും, ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ പി കൃഷ്ണേട്ടൻ അവർക്കും, തന്ത്രിസമാജം സെക്രട്ടറി ശ്രീരാമൻ എടക്കഴിപ്പുഴം അവർക്കും, കൂടാതെ ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവരും നാളെ മാർച്ച് 22 ലോക ജലദിനം, നമുക്ക് ഇന്ന് കിട്ടിയ അറിവുകളോടെ കൂടി നമ്മൾ ഈ ജലത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സമൂഹത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കണം, നടപ്പിലാക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു പുതുതലമുറ ഉണ്ടാവുള്ളൂ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്നത്തെ ഈ വെബിനാർ തൽക്കാലം ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും സംഗമിക്കാം. ഇത്തരം അറിവുകൾ വിപുലപ്പെടുത്തിക്കൊണ്ട് ഇത്തരം വെബിനാറുകളിലൂടെ നമുക്ക് മുന്നേറാം. എല്ലാവർക്കും നമസ്കാരം. വെബിനാർ കഴിഞ്ഞോ? നമസ്കാരം.